അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സലാം അടക്കുന്നുണ്ടല്ലോ, ഞാൻ കേൾക്കാത്തതല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ അസ്വമദിൽ ജബ്ബാർ അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آله وصحبه وسلم تسليما كثيرا كثيرا. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. മൂക്കിൻ്റെ ദ്വാരം പഞ്ഞികൊണ്ടടയുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. വഅലമു ഉമ്മത്ത സയ്യിദിന മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ, അതേപോലെ മറ്റുള്ള നേതാക്കന്മാർ, പ്രത്യേകിച്ച് പേരെടുത്ത് പറയേണ്ട ആളുകളൊക്കെയുണ്ട്. നമ്മുടെ ജമാഅത്തിൻ്റെ പ്രസിഡന്റ് ഹജാദിൽ ഹസീനാർ സാഹിബ്, അതേപോലെ സെക്രട്ടറി AC ഷരീഫ് സാഹിബ്, അതേപോലെ സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ കൺവീനർ അടക്കം ജാദിൽ ഷൗക്കത്ത് അടക്കം മറ്റുള്ള ആളുകൾ, അതേപോലെ ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, വേദിയിൽ പല ആളുകളും ഉണ്ട്. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ സമയം ഏകദേശം 10 മണി കഴിഞ്ഞു. കാലാവസ്ഥ പ്രതികൂലമാണ്. എല്ലാവരും മഗ്‌രിബിൻ്റെ സമയം മുതലേ ഇവിടെ വന്നിരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ആമുഖങ്ങളിലേക്കൊന്നും തന്നെ കടക്കാതെ
നമ്മളെ കൊണ്ട് പറയുന്ന കുറച്ച് ഇൽമുകൾ അത് നിങ്ങളിലേക്ക് എത്തിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. നീട്ടി ദീർഘിപ്പിച്ചുകൊണ്ട് ആരെയും ബുദ്ധിമുട്ടിപ്പിക്കൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പരിപാടിയെ വിജയിപ്പിക്കുമാറാകട്ടെ. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന, അഹോരാത്രം കഷ്ടപ്പെടുന്ന, ഇതിൻ്റെ പേരിലൊക്കെ സഹായിക്കുന്ന, സഹകരിക്കുന്ന എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ. കുന്നുംകൈ നാട്ടിലേക്ക് വരുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമാണ്. ആദ്യമായിട്ട് ഈ ഉള്ളവൻ കോളേജിൽ നിന്ന് ദാരിമി പഠനം കഴിഞ്ഞിട്ട് സനത് കിട്ടുന്നതിൻ്റെ മുമ്പ് തന്നെ ആദ്യമായിട്ട് ജോലിയിൽ പ്രവേശിച്ച നാട് അത് കുന്നുംകൈയാണ്. ഈ ബദറിൻ്റെ മസ്ജിദാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാടിനെയും ഈ മഹല്ലത്തിനെയും ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് എത്തിക്കട്ടെ. നല്ലവരായ നാട്ടുകാർ, നല്ലവരായ ഉമ്മപെങ്ങന്മാർ, നല്ലവരായ വീട്ടുകാർ, നല്ലവരായ ഏത് കാര്യം വന്നാലും എന്ത് കാര്യം വന്നാലും ഒന്നിച്ച് കൂടെ നിൽക്കുന്ന ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികളായ ആളുകൾ, ആ തുടക്കകാലം മുതൽ പിരിയുന്നത് വരെ ഒന്നിച്ച് എല്ലാ രീതിയിലും സഹകരിച്ചു കൊണ്ടുനിന്ന പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട നേതാക്കന്മാരായ കമ്മിറ്റി ഭാരവാഹികളായ ആളുകൾ, അന്നൊക്കെ കൂടെ നിന്ന് ജോലി ചെയ്തതായ നമ്മുടെ സഹപ്രവർത്തകനായ ബഹുമാനപ്പെട്ട മുനീർ മദനി ഉസ്താദ് അടക്കം നമ്മുടെ നാട്ടുകാരായ ആളുകൾ, റഹ്മാനായ റബ്ബേ, ഇന്നിൻ്റെ മജ്ലിസുന്നൂറിൻ്റെ പേരിൽ ബഹുമാനപ്പെട്ട ബദരീങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ദുആ ചെയ്തതായ അനുഗ്രഹീതമായ ആലിമീങ്ങളൊക്കെ ഇരിക്കുന്ന ഉമ്മപെങ്ങന്മാരും പിഞ്ചു കുഞ്ഞുങ്ങളും അടക്കം മധ്യവയസ്കരും വയസ്കരുമായ ആളുകളെല്ലാം ഇരിക്കുന്ന ഈ സദസ്സിൽ വെച്ചുകൊണ്ട് റഹ്മാനായ റബ്ബേ നിന്നോട് ചോദിക്കുകയാണ്, ഈ നാട്ടിൽ നീ ഐശ്വര്യം നൽകണേ റഹ്മാനെ, നാട്ടുകാർക്ക് നീ സന്തോഷം നൽകണേ റഹ്മാനെ, എല്ലാ കാര്യത്തിലും ബറക്കത്ത് നീ ഏറ്റി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ, ബിഹഖി സയ്യിദിന മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, സ്വലാത്തിൻ്റെ വാർഷികമാണ്. അതേപോലെ തന്നെ ഏഴിപ്പള്ളി നേർച്ചയും മജ്ലിസുന്നൂറും ഒക്കെ നടക്കുന്ന വേദിയുടെ തുടക്ക ദിവസത്തിലാണ് നമുക്ക് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ചൊരിയുന്ന, അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്ന മഹത്തായ ഈ മജ്ലിസിൽ റഹ്മാനായ റബ്ബ് നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകും ഇൻഷാ അള്ളാഹ്. നമുക്ക് ചെറിയൊരു ദുആ കൂടി നടത്തിക്കൊണ്ട് നമുക്ക് അവസാനം തന്നെ പിരിയാം. അതിൻ്റെ മുമ്പായിട്ട് കുറച്ച് ഇൽമുമായി ബന്ധപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മൾ ഗൗരവത്തിൽ എടുക്കേണ്ടതായ കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അള്ളാഹ് നമുക്ക് അവസാനിപ്പിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതിനു മുമ്പായിട്ട്, എൻ്റെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ദുനിയാവിലൊക്കെ നമ്മൾ ജീവിക്കുന്നവരാണ്. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത് മുതൽ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങളിലൂടെ ഈ ദുനിയാവിൽ നമ്മൾ ജീവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ പക്കൽ നിന്ന് പല ആളുകളും, നമ്മുടെ കുടുംബത്തിൽ നിന്നും നമ്മുടെ മഹല്ലത്തിൽ നിന്നും പല ആളുകളും മരണപ്പെട്ടു പോയിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഇപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോയാൽ നമ്മൾ പോകുന്നത് പരലോകത്തേക്കാണ്. ഇഹപരമായ ജീവിതം കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് അത് പരലോകപരമായ ജീവിതമാണ്. അപ്പോൾ ഈ പരലോകത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ വീട് അത് ഏതാണ്? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ, തിരിയുന്നുണ്ടല്ലോ. അപ്പം ഞാൻ ചോദ്യത്തിൻ്റെ ഉത്തരം അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയാം. പരലോകത്തിലേക്ക് കടക്കുമ്പോൾ ആ പരലോക ജീവിതത്തിൻ്റെ തുടക്ക വീട് അത് ഏതാണ്? ഖബർ അല്ലേ? ഖബർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു പേടി നമ്മുടെ മനസ്സിലേക്ക് വരണമെന്നാണ് ബഹുമാനപ്പെട്ട ഉലമാക്കൾ പഠിപ്പിച്ചിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നാട്ടുകാർ, കുന്നംകൈ വെസ്റ്റിലെ ആളുകൾ, അതേപോലെ പരിസര പ്രദേശങ്ങളിലെ ആളുകൾ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എന്ന് പല ആളുകളും പറഞ്ഞു. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക്, പള്ളിയിലേക്ക് ഒരു സ്വഹാബി വര്യൻ ഇങ്ങനെ കടന്നു വരികയാണ്. ആ കടന്നു വരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയോട് ചോദിച്ചു, നിനക്ക് സുഖം തന്നെയല്ലേ, നിനക്ക് റാഹത്തല്ലേ എന്ന് പറയുന്ന ഒരു പദം ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ ആ മനുഷ്യൻ, ആ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അൽഹംദുലില്ലാ, എനിക്ക് സുഖമാണ് നബിയെ എന്ന് ആ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനോട് ചിരിക്കുകയും അൽഹംദുലില്ലാ എന്ന് പറഞ്ഞതിൻ്റെ കാരണത്താൽ നിനക്ക് അല്ലാഹു ബറക്കത്ത് നൽകട്ടെ എന്ന് ആ മനുഷ്യനിക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു മനുഷ്യൻ കടന്നു വരികയും ആ മനുഷ്യനോട് നബി തങ്ങൾ നേരത്തെ ചോദിച്ചതുപോലെയുള്ള അതേ ചോദ്യം തന്നെ ചോദിക്കുകയും ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ മനുഷ്യൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ
അതേ നബിയെ എനിക്ക് സുഖമാണോ, എനിക്ക് റാഹത്താണോ എന്ന് മാത്രം പറയുകയും ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനോട് ചിരിക്കുക മാത്രമാണ് ചെയ്തത്. ഇത് രണ്ടിന്റെയും വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ സ്വഹാബി വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ അങ്ങയുടെ അടുത്തേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നപ്പോൾ അങ്ങയോട് സുഖം തന്നെയല്ലേ എന്നങ്ങ് ചോദിച്ചപ്പോൾ അങ്ങ് ആ മനുഷ്യനിക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് എനിക്കങ്ങ് ദുആ ചെയ്യാത്തത്? എന്നോടും അങ്ങ് അതേ ചോദ്യമല്ലേ ചോദിച്ചത്, ഞാനും അങ്ങയോട് അതേ ഉത്തരമല്ലേ പറഞ്ഞത്. എനിക്ക് സുഖമാണ് നബിയെ എന്നല്ലേ ഞാൻ പറഞ്ഞത്. പിന്നെ എന്തുകൊണ്ടാണ് നബിയെ എനിക്കങ്ങ് ദുആ ചെയ്യാത്തത് എന്ന് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ സ്വഹാബി വര്യൻ ചോദിക്കുന്നതായ സമയത്ത് ലോകത്തിന്റെ നേതാവ് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയോട് പറയുകയാണ്, നമ്മൾക്ക് പഠിക്കാനുള്ള പാഠമാണ് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെന്താണെന്നറിയുമോ? അല്ലയോ സ്വഹാബി, ഒന്നൽഹംദുലില്ലാ പറഞ്ഞാൽ അത് വല്ലാത്ത സന്തോഷമല്ലേ, അത് വല്ലാത്ത റാഹത്തല്ലേ. സുഖമാണോ എന്ന് ചോദിക്കുമ്പോ വല്ലാത്ത പ്രയാസത്തിലാണെങ്കിലും ഏത് ബുദ്ധിമുട്ടിലാണെങ്കിലും അൽഹംദുലില്ലാ എന്ന് പറയാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. ഏത് പ്രതിസന്ധിയുടെ സമയത്തായാലും എന്തുണ്ട് നിന്റെ വർത്തമാനം എന്ന ആളുകൾ നമ്മോട് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ പ്രയാസങ്ങൾ എണ്ണിപ്പറയാതെ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ എണ്ണിപ്പറയാതെ അൽഹംദുലില്ലാ എനിക്ക് റാഹത്താണ് എന്ന് പറയാനുള്ള ഒരു മനസ്സുണ്ടല്ലോ, അത് നന്മയുടെ അടയാളമാണ്. അങ്ങനെ ചെയ്യാൻ അൽഹംദുലില്ലാ പറയാൻ റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇനി പറ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ പറയണം. സാധാരണ ഗൾഫുകളിലൊക്കെ അവിടെ പോയ ആളുകൾക്ക് അറിയാം, സാധാരണ ആരോട് കൈഫൽ ഹാൽ എന്ന് ചോദിച്ചാലും അൽഹംദുലില്ലാ എന്നാ പറയാം. പക്ഷെ നമ്മുടെ നാട്ടിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെയുണ്ട്, സുഖം തന്നെയല്ലേ ചോദിക്കുമ്പോൾ ഇങ്ങനെയെല്ലാം പോകുന്നുണ്ട്, തട്ടിമുട്ടിയൊക്കെ പോകുന്നുണ്ട് എന്നാ നമ്മളെന്നാ സാധാരണ പറയാം. അത് നമ്മുടെ നാടിൻ്റെ ഒരു സംസ്കാരമായിട്ട് പലപ്പോഴും അങ്ങനെ പറയപ്പെടുന്നു. പക്ഷേ അതല്ല നമ്മൾ പറയേണ്ടത്. അൽഹംദുലില്ലാ. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷേഖ് അവറുകൾ ഷേഖ് തങ്ങളുടെ കപ്പലുകളൊക്കെ നശിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴും അല്ല, അത് അങ്ങയുടെ കപ്പലല്ല, അത് വേറെ ആരുടെയോ കപ്പലാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴും അവിടെ നിന്നെല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞത് അൽഹംദുലില്ലാ എന്നാണ്. അതേപോലെ ഒന്നും നഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞത് അൽഹംദുലില്ലാ എന്നാണ്. അപ്പോൾ അൽഹംദുലില്ലാ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗവാക്കായിട്ട് നമ്മൾ കൊണ്ടുപോകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ എന്ന് നമുക്ക് പറയാൻ കഴിയണം, അത് വല്ലാത്തൊരു ഭാഗ്യമാണ്. അൽഹംദുലില്ലാ എന്ന് പറയാനുള്ള ഭാഗ്യം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്വാസം തന്നു, വായു നൽകി. ഇന്നേ വരെ അല്ലാഹു അതിന് റെന്റ് ചോദിച്ചിട്ടില്ല, അതിന് വാടക ചോദിച്ചിട്ടില്ല. അല്ലാഹു നമുക്ക് എല്ലാം ജീവിക്കാനുള്ള അവകാശങ്ങളെല്ലാം അല്ലാഹു നമുക്ക് നൽകുകയൊക്കെ ചെയ്യുമ്പോൾ ആ അല്ലാഹുവിനക്ക് വേണ്ടി നന്ദി ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ടാവണം, മനസ്സ് നമുക്കുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടികളൊക്കെ അൽഹംദുലില്ലാ ഇതുവരെ റാഹത്താണ്. രാവിലെ തുടങ്ങി അല്ലെങ്കിൽ ഇന്നലെ രാത്രി തുടങ്ങിയ മഴകൾ, എൻ്റെ നാട്ടിലൊക്കെ മഴ കുറച്ച് കുറവാണെങ്കിലും ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നല്ല മഴകൾ ഇങ്ങനെ കൂടിക്കൊണ്ട് വരുന്ന സമയത്തായാലും അൽഹംദുലില്ലാ ഇത്രത്തോളം ആളുകൾ ഈ ഉള്ളവനെ ശ്രമിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ പരിപാടി നമ്മുടെ നാടിൻ്റെ ബദറിൻ്റെ ഈ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ അൽഹംദുലില്ലാ അത് വളരെ ഖൈറായതാണ്. വളരെ നല്ല മനസ്സിനുടമകളായ ആളുകളായതുകൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബാക്കളും ഒരു ദിവസം ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ആൾക്കൂട്ടത്തെ ഇങ്ങനെ കാണുകയാണ്. ഒരു വഴിയിൽ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്, ഒരു സ്ഥലത്ത് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. കൂടെ ഉണ്ടായിരുന്ന സ്വഹാബാക്കളോട് നബി തങ്ങൾ ചോദിച്ചു, ഓ സ്വഹാബി, അല്ലയോ സ്വഹാബ, എന്താണ് അവിടെ ആൾക്കൂട്ടം കാണുന്നത്? അവിടെ എന്താണ് ആളുകളെ കാണുന്നത്? എന്തിനാണ് അവിടെ ആളുകൾ ഇങ്ങനെ കൂടിയിട്ടിരിക്കുന്നത് എന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കളോട് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബാക്കൾ പറഞ്ഞു, നബിയേ, ഒരു മനുഷ്യൻ മരിച്ചിട്ടുണ്ട് നബിയേ. ആ മനുഷ്യനക്ക് വേണ്ടിയിട്ട്, ആ മനുഷ്യനെ മറമാടാൻ വേണ്ടിയിട്ട് ഇവർ ചേർന്നുകൊണ്ട് ഖബർ കുഴിക്കുകയാണ് നബിയേ, ഖബർ കുഴിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയപ്പോ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ ആ ഖബർ കുഴിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ആ ഖബർ കുഴിക്കുന്ന അരികിലേക്ക് പോയപ്പോ ഖബർ കുഴിക്കുന്ന ആളുകളൊക്കെ അങ്ങ് മാറി നിൽക്കുകയാണോ, മാറി നിന്നിട്ട് നബി തങ്ങളെ സ്വീകരിക്കുകയാണോ. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ ഖബറിന്റെ അരികിലേക്ക് വന്നിരിക്കുകയാണ്. ലോകത്തിന്റെ നേതാവാണ്, ആരോടും സംസാരിക്കുന്നില്ല, ആരോടും ചിരിക്കുന്നില്ല, ആരോടും വർത്തമാനം പറയുന്നില്ല. ആ കുഴിച്ചുകൊണ്ടിരിക്കുന്ന ഖബറിന്റെ ചാരത്ത് വന്ന് നിന്നിട്ട് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിങ്ങി 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 അങ്ങ് കരയുകയാണ്. നബി തങ്ങളുടെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീരങ്ങനെ പൊഴിയുകയാണ്. സ്വഹാബാക്കൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. നബി ആരോടും സംസാരിക്കുന്നില്ല, നബി ആരെയും നോൽക്കുന്നില്ല. ഖബറിന്റെ ചാരത്ത് നിന്നിട്ട്, ഖബറിന്റെ അരികത്ത് നിന്നിട്ട് ലോകത്തിന്റെ നേതാവരാ കരയുകയാണ്. കുറച്ചങ്ങ് സമയം കഴിഞ്ഞപ്പോ നബി തങ്ങൾ എഴുന്നേൽക്കുകയാണ്. എഴുന്നേറ്റിട്ട് നബി തങ്ങൾ സ്വഹാബാക്കളുടെ നേരെ തിരിഞ്ഞിട്ട് സ്വഹാബാക്കളുടെ നേരെ നോക്കിയിട്ട് സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറയുന്ന ഒരു വാക്കുണ്ട്, ഓ സ്വഹാബാ, നിങ്ങൾക്കും ഇതേപോലെ ഒരു അവസരം വരാനുണ്ട്. കുഴിച്ചുകൊണ്ടിരിക്കുന്ന ഖബർ കാണിച്ചിട്ട് ആ വഴിയിൽ, ആ സ്ഥലത്ത് കുഴിച്ചുകൊണ്ടിരിക്കുന്ന ആ പാതി വഴിയിൽ കുഴിച്ച ഖബറിനെ കാണിച്ചിട്ടാണ് ലോകത്തിന്റെ നേതാവ് സ്വഹാബാക്കളോട് പറയുന്നത്, ഓ സ്വഹാബാ, നിങ്ങൾക്കും ഒരു അവസരം വരാനുണ്ട് സ്വഹാബാ, ഇതേപോലെ ഒരു സമയം നിങ്ങൾക്കും വരാനുണ്ട് സ്വഹാബാ എന്ന് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 കൊല്ലങ്ങൾക്ക് മുമ്പ്, 114 മുമ്പ് സ്വഹാബത്തിനോട് പറഞ്ഞ വാക്ക് അത് നമുക്കുള്ള പാഠമാണ്, നമുക്കുള്ള മുന്നറിയിപ്പാണ്, നമ്മൾക്കുള്ള പാഠമായിട്ടാണ് ലോകത്തിന്റെ നേതാവ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. നമ്മുടെ പള്ളിയുടെ ചുറ്റുഭാഗത്തും ഖബർ കുഴിക്കാറുണ്ട്. ആ പള്ളിയുടെ ചുറ്റുഭാഗത്തും ഇങ്ങനെ ഖബറിൽ ധാരാളം ആളുകൾ കിടക്കാറുണ്ട്. ആ ഖബറിലുള്ള ആളുകൾ നമ്മൾ സിയാറ ചെയ്യാറുണ്ട്. എന്നിട്ട് പോലും ഖബറിനെ പറ്റി ചിന്തിക്കാൻ മനുഷ്യരെ നമുക്ക് സാധിക്കുന്നില്ല. ഖബറിനെ പറ്റിയിട്ട് പേടി നമുക്ക് വരുന്നില്ല. മരിക്കാനുള്ളവരാണ്, ഖബറിൽ പോകാനുള്ളവരാണ്, പരലോകത്ത് ചെല്ലേണ്ടവരാണ്, ഹിസാബ് നേരിടേണ്ടവരാണ്, സിറാത്ത് പാലത്തിലൂടെ പോകേണ്ടവരാണ്, സ്വർഗത്തിലേക്ക് പോകേണ്ടവരാണ്. തിന്മ ചെയ്തവരാണെങ്കിലും നരകത്തിന്റെ ശിക്ഷകൾ അനുഭവിക്കേണ്ടവരാണ്. എന്നിട്ട് പോലും അത്തരത്തിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നില്ല. എന്തുകൊണ്ടാ? ഖബറിനെ കേൾക്കുന്നത് നമുക്കിഷ്ടമല്ല, മരണത്തെപ്പറ്റി പറയുന്നത് നമുക്കിഷ്ടമല്ല, പരലോകത്തെ പറ്റി കേൾക്കുന്നത് നമുക്കിഷ്ടമല്ല. വഅദിന്റെ സദസ്സിലെ ഖബറാണ് വിഷയമെന്ന് പറയുമ്പോ ഇത് എത്ര കേട്ട വിഷയമാ, ഇത് എത്രത്തോളം കേട്ട ചരിത്രങ്ങളാ, ഇതാണോ പറയാനുള്ളത് എന്നുള്ള ചിന്തയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നതെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ ഖബറിലേക്ക് പോകേണ്ടവരാണ്. എന്തുകൊണ്ടാണെന്നറിയുമോ ഖബറിനെ പറ്റി നമുക്ക് പേടിയില്ലാത്തത്? എന്തുകൊണ്ടാണെന്നറിയുമോ ഖബറിനെ പറ്റി പറയുമ്പോൾ പോലും നമുക്കൊരു പേടി നമ്മുടെ മനസ്സിലേക്ക് വരാത്തത്? നമ്മുടെ അയൽപക്കത്തിലുള്ള പള്ളികൾ, നമ്മുടെ ജമാഅത്തിൽ ഖബർസ്ഥാനില്ലെങ്കിലും നമ്മുടെ പൂർവിക ജമാഅത്തിൽ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ പല ആളുകളെയും അവിടെ കൊണ്ട് അടക്കുമ്പോൾ
അല്ലെങ്കിൽ അവിടെ അടക്കിയ ആളുകളുടെ പേരിൽ നമ്മൾ വീടുകളിൽ നിന്നും മൗലൂദുകളും ഒക്കെ ഓതുമ്പോൾ, അല്ലെങ്കിൽ ഖബർസ്ഥാനിൽ പോയിക്കൊണ്ട് സിയാറത്ത് ചെയ്യുമ്പോൾ, ആ സമയത്തും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് റഹ്മാനായ റബ്ബേ, മരിക്കാനുള്ളവനാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഖബറിലേക്കും പരലോകത്തേക്കും ചെല്ലേണ്ടവരാണ്, ഹിസാബ് നേരിടേണ്ടവരാണ് എന്നുള്ള ബോധം, ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുന്നില്ല. ദിവസവും ഖബറിനെ കാണുന്നു, ദിവസവും പല രീതിയിലുള്ള മരണത്തെ നമ്മൾ ഫേസ് ചെയ്യുന്നു. മരിച്ചതായ വാർത്തകൾ നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നു. എന്നിട്ട് പോലും നമുക്ക് പേടി വരുന്നില്ല. എന്തിനധികം പറയണം, ഖബർ കുഴിക്കുന്ന ആളുകൾക്ക് പോലും പലപ്പോഴും പല നാടുകളിലും ഖബർ കുഴിക്കുന്ന ആളുകൾക്ക് പോലും ആ ഖബറിനെ പറ്റിയുള്ള ചിന്ത ഉണ്ടാവുന്നില്ല എന്നാണ്. സിഗരറ്റ് വലിച്ചിട്ട് അല്ലെങ്കിൽ മറ്റുള്ള പല രീതിയിലും കളിച്ചിരി വർത്തമാനങ്ങളിലൂടെ ഖബർസ്ഥാനങ്ങളും മഖാമുകളും ഇങ്ങനെ കടന്നു പോകുമ്പോൾ എത്രത്തോളം നമ്മുടെ മനസ്സിൽ ഈമാനുണ്ട് എന്നാണ് നമ്മളൊക്കെ ചിന്തിച്ചു നോക്കേണ്ടത്. നമ്മുടെ മനസ്സിൽ എത്രത്തോളം ഈമാൻ ഉണ്ടെങ്കിൽ ഖബർസ്ഥാനിൽ ചിരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയൂല. ഒരു മനുഷ്യൻ ചിരിക്കാൻ പാടില്ലാത്ത സ്ഥലമുണ്ട് എന്ന് ഉലമാക്കൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊന്ന് ഖബർസ്ഥാനാണ്, മഖാമുകളാണ്, മഖ്ബറകളാണ്. അവിടെ പോയിട്ട് കളിച്ചിരി തമാശകളല്ല വേണ്ടത്. അവിടെ പോയിട്ട് ആളുകളെ കുറ്റം പറയുന്ന അല്ലെങ്കിൽ ആളുകളെ രീതിയിൽ വല്ലാത്ത രീതിയിൽ മുഷിപ്പിക്കുന്ന വർത്തമാനങ്ങളോ ചിരികളോ ഒന്നുമല്ല വേണ്ടത്. അവിടെ വേണ്ടത് നമ്മൾ മരിക്കാനുണ്ട് എന്ന ചിന്തയോടുകൂടെ ഇഖ്ലാസോടുകൂടെയുള്ള ഖുർആനോത്തുകളും ദിക്റുകളും മറ്റു രീതിയിലുള്ള അമലുകളും ഒക്കെയാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഉലമാക്കൾ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് പാടിയതുപോലെ, ഖബറൊന്നു കേട്ടാൽ തൽക്ഷണം നീ ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ, മേടക്ക് പകരം മാളമാ സുബ്ഹാനാ, റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സുമാനാ. ഇതൊക്കെ ചിന്തിച്ച് നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കടക്കും മറുകരാ. ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടണം എന്നാണ്. ഖബർ കേൾക്കുമ്പോൾ നമുക്ക് ഞെട്ടലൊന്നും വരുന്നില്ലെങ്കിലും ഒരു സങ്കടമെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഖബറിൽ രക്ഷപ്പെടണമെങ്കിൽ, ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് അവിടത്തേക്കാണ് വരുന്നത്, ഈ ഖബറിൽ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഖബറിലേക്ക് വെക്കുമ്പോൾ എല്ലാ മനുഷ്യരെയും ഖബറൊന്ന് ഇടുക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വാരിയല്ലുകൾ പരസ്പരം കോർന്നു പോകുന്ന രൂപത്തിലേക്ക് ആ ഖബർ ഇങ്ങനെ ഇടുങ്ങിപ്പോകുമെന്ന് ബഹുമാനപ്പെട്ട ഉലമാക്കൾ പഠിപ്പിക്കുന്നുണ്ട്. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസുകളിലൂടെ നമ്മളൊക്കെ പഠിച്ചവരാണ്. എന്നിട്ട് തിന്മകൾ ചെയ്തവർക്ക് അല്ലെങ്കിൽ മുൻകർ നകീറിന്റെ ചോദ്യങ്ങൾക്ക് അലൈഹിമസ്സലാത്തു വസ്സലാം ഉത്തരം പറയാൻ കഴിയാത്തവർക്കൊക്കെ ഖബറിൽ വല്ലാത്ത അദാബുകളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വരുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഉണ്ടാവാറുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അതിൽ നിന്ന് രക്ഷ കിട്ടാനുള്ള വഴികൾ നമ്മൾ മനസ്സിലാക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖബറിൽ നിന്ന് രക്ഷ കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആർക്കെങ്കിലും അറിയോ? ഖബറിൽ നിന്ന് രക്ഷ കിട്ടണമെങ്കിൽ നിസ്കരിക്കണം, നോമ്പോക്കണം, അതെല്ലാവർക്കും അറിയാം. മറ്റുള്ള അമലുകളൊക്കെ എന്തൊക്കെ ചെയ്യാനുണ്ടോ അതൊക്കെ ചെയ്യണം. പക്ഷേ അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. അത് തഖ്വയാണ്, ഇഖ്ലാസാണ്, ആത്മാർത്ഥതയാണ്. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ സ്വന്തം നെഞ്ഞിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് അത്തഖ്വാ ഹുന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനകത്തുള്ള തഖ്വയാണ് വേണ്ടത്, മനസ്സിനകത്തുള്ള ഇഖ്ലാസാണ് വേണ്ടത്. നമ്മുടെ മനസ്സിനകത്തുള്ള ഇഖ്ലാസ്, ആത്മാർത്ഥത അത് എത്രത്തോളമുണ്ടോ അത്രത്തോളം വിജയങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. വല്ലാത്ത രീതിയിൽ ചിരികളികൾ ഇങ്ങനെ ആസ്വദിക്കുമ്പോൾ, വല്ലാത്ത രീതിയിൽ വിനോദങ്ങൾ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ, ഒരുപാട് ചിരിക്കുമ്പോ, ഒരുപാട് സുഖിക്കുമ്പോ, ഒരുപാട് ആസ്വദിക്കുമ്പോ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യമുണ്ട്. ഓ പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ ചെരുപ്പിലേക്കൊന്ന് നോക്കണേ.
കുല്ലു ഇംറിഇൻ മുസബ്ബഹും ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാകി നഅലിഹി. ഒരു മനുഷ്യന്റെ ചെരുപ്പ് അവന്റെ കാലിനോട് ഏത് വിധേന അടുത്തിട്ടുണ്ടോ, ചെരുപ്പിന്റെ ബാറ് ഏത് വിധേന അവന്റെ കാലിന്റെ തൊലിയോട് അടുത്തിട്ടുണ്ടോ, അത്രത്തോളം മരണം നമ്മുടെ മുമ്പിലുണ്ടെന്ന് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുമ്പോൾ ആ മരണം നല്ല മരണം ലഭിച്ചിട്ട് ഖബറിന്റെ അദാബുകളിൽ നിന്ന് രക്ഷ കിട്ടണോ, ഖബറിന്റെ അദാബുകളിൽ നിന്ന് നമുക്ക് സലാമത്ത് കിട്ടണോ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഖബറിന്റെ അദാബുകളിൽ നിന്ന് സലാമത്ത് ലഭിക്കണോ, ഖബറിന്റെ ശിക്ഷകളിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കണോ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ പറയുകയാണ്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരിക്കാൻ പാടില്ല. അല്ലാഹ് നമ്മളോട് പറയുന്ന വാചകമാണ്, അല്ലാഹ് അവന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ പറയുന്ന കാര്യമാണ്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായിട്ടല്ലാതെ നമ്മൾ മരിക്കാൻ പാടില്ല. അതിനർത്ഥം എന്താണ്? നമ്മളുടെ മരണമങ്ങ് കടന്നു വരുമ്പോ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നിട്ട് നമ്മളുടെ ഓരോരുത്തരുടെയും റൂഹങ്ങ് പിടിക്കുമ്പോ, പ്രിയമുള്ളവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാനുള്ള കഴിവ് നമുക്കുണ്ടാവണം, എന്ന് ചൊല്ലാനുള്ള തൗഫീഖ് നമുക്കുണ്ടാവണം. അല്ലാഹുവിന്റെ കലിമ ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടാവണം. വൽ ആഖിബതു ലിൽ മുത്തഖീൻ. അവസാന വിജയം അത് മുത്തഖീങ്ങൾക്കാണെന്ന് അല്ലാഹ് ഖുർആനിലൂടെ പഠിപ്പിക്കുമ്പോ മുസ്ലിമായിട്ട് മരിക്കാൻ കഴിയുന്നത് തഖ്വയുള്ളവർക്ക് മാത്രമാണ്. മുസ്ലിമായിട്ട് മരിക്കാൻ കഴിയുന്നത് ആത്മാർത്ഥതയുള്ളവർക്ക് മാത്രമാണ്. അങ്ങനെ അല്ലാഹുവിന്റെ ഖുർആനിലൂടെ നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അത് നമ്മുടെ ജീവിതം മുദ്രയാവണം, അത് നമ്മളുടെ ഐക്യമാവണം, അത് നമ്മളുടെ മുദ്രാവാക്യമാകണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് അല്ലാതെ ഒരു ഇലാഹില്ല. നമ്മൾ നിസ്കരിക്കുന്നത് അല്ലാഹ്ക്ക് വേണ്ടിയാ, ആരും കാണാൻ വേണ്ടിയല്ല, ആരും അറിയാൻ വേണ്ടിയല്ല. നമ്മുടെ നിസ്കാരങ്ങൾ അത് അല്ലാഹ്ക്ക് വേണ്ടിയാണ്, നമ്മുടെ നോമ്പുകൾ അല്ലാഹ്ക്ക് വേണ്ടിയാണ്. ബദറിന്റെ മണ്ണിൽ ഇന്ന് നടക്കുന്ന ഈ പരിപാടികൾ അത് അല്ലാഹ്ക്ക് വേണ്ടിയാണ്, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ്. ഈ പരിപാടി കഴിയുമ്പോ നമ്മുടെ പള്ളിയുടെ പ്രശ്നങ്ങൾ മാറണം, നമ്മുടെ പള്ളിയുടെ ചോർച്ചകൾ നീക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം, ബാത്റൂമിന്റെ സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അതേപോലെ മറ്റു ഏതൊക്കെ വികസനങ്ങൾ, ഏതൊക്കെ മുന്നേറ്റങ്ങൾ നമ്മുടെ മഹല്ലത്തിൽ നടക്കാനുണ്ടോ, ആ മുന്നേറ്റങ്ങളൊക്കെ നടത്താൻ നമ്മളെ കൊണ്ട് കഴിയണം. അത് ഈ പരിപാടിയിലൂടെ നടത്താൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വലാത്തിന്റെ മജ്ലിസുകൾ ഇങ്ങനെ നടക്കുമ്പോ, സ്വലാത്തിന്റെ വാർഷികങ്ങൾ നടക്കുമ്പോ ഹബീബായ നബിയെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. ഹബീബിന്റെ മദീനയിലേക്ക് എത്താൻ നമ്മളെ കൊണ്ട് സാധിക്കണം. റഹ്മാനായ അല്ലാഹ് തൗഫീഖ് നൽകണേ അല്ലാഹ്. അപ്പോ സ്വലാത്തിന്റെ വാർഷികമാണ്
നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സ്വലാത്തിൻ്റെ വാർഷികങ്ങളൊക്കെ കടന്നു വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അള്ളാഹിൻ്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് നടത്തുന്ന ഈ പരിപാടി ഈ 3 ദിവസത്തെ വളരെ വിശാലമായ, ഇത്രത്തോളം സുഖകരമായ, സന്തോഷപൂർണ്ണമായ നാട്ടിൻ്റെ ഒരു വലിയ ഉറൂസ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള പരിപാടികൾ ഇവിടെ നടക്കുമ്പോൾ ഇത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും നമുക്ക് സഫലീകരിച്ച് കിട്ടണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ അൽഹംദുലില്ലാ ഈ പരിപാടികളൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ നൂറുൽ ഹുദ മദ്രസയുടെ പുതുക്കിപ്പണിത് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയാണ്. ആ സമയത്ത് ഞാനിവിടെ ജോലി ചെയ്യുന്ന സമയമാണ്. ആ സമയത്ത് അൽഹംദുലില്ലാ എന്തൊരു വിശാലമായ, എന്തൊരു ഉഷാറോടുകൂടിയുള്ള പരിപാടിയായിരുന്നു. അതിനേക്കാൾ 10 മടങ്ങ് ഉഷാറായിക്കൊണ്ടാണ് ഇന്നലത്തെ വിളംബര ജാഥയുടെയൊക്കെ സ്റ്റാറ്റസ് വീഡിയോ ഒക്കെ കാണുമ്പോൾ എനിക്ക് അറിയാനും കാണാനും ഒക്കെ സാധിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ഐക്യം, അല്ലെങ്കിൽ ഈ ഒരു മുന്നേറ്റപരമായ പ്രവർത്തനങ്ങൾ എന്നെന്നും റബ്ബ് സുബ്ഹാനഹു വ തആല ഈ മണ്ണിൽ അല്ലാഹു നിലനിർത്തി നൽകുമാറാകട്ടെ. ധാരാളം കാലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ ഈ മഹല്ലത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തട്ടെ. ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിക്കട്ടെ. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല ജമാഅത്ത് കമ്മിറ്റി ആയാലും അതേപോലെ നാട്ടുകാരായാലും പ്രിയപ്പെട്ട ഉമ്മവങ്ങന്മാരായാലും നിങ്ങളുടെയൊക്കെ പ്രധാനപ്പെട്ട പങ്കുകൊണ്ട് മാത്രമാണ് നമ്മുടെ മഹല്ലത്ത് ഇപ്പോൾ ഉയർന്നു തന്നെ നിൽക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അന്നത്തെ ആ പരിപാടികളൊക്കെ വളരെ സന്തോഷപൂർണ്ണമായ പരിപാടികളായിരുന്നു. ആ ബഹുമാനപ്പെട്ട സാദാത്യങ്ങളും അതേപോലെ ഉലമാക്കളും ഒക്കെ സംബന്ധിച്ചുകൊണ്ട് നമ്മുടെ മദ്രസയുടെ കെട്ടിടം അൽഹംദുലില്ലാ വളരെ ഉഷാറായിക്കൊണ്ട് മക്കൾക്കൊക്കെ നല്ല റാഹത്തോടെ പഠിക്കാൻ തൗഫീഖ് നൽകിയ, അല്ലെങ്കിൽ തൗഫീഖ് കിട്ടിയ മഹത്തായ സ്ഥാപനം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിച്ച പഴയ കാലം മുതൽ നമ്മുടെ മഹല്ലത്തിൻ്റെ തുടക്കകാലം മുതൽ ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ എല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലങ്ങൾ കൊടുക്കട്ടെ. പ്രിയമുള്ളവരെ, ഇതൊക്കെ നമ്മൾ അള്ളാഹിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അള്ളാഹിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരിപാടികളും പ്രവർത്തനങ്ങളും ഒക്കെ നമ്മളിവിടെ നടത്തുമ്പോൾ, ആ നടത്തുന്നതിലൂടെ നമ്മൾക്ക് മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ കഴിയണം. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹമുള്ളത് കൊണ്ടാണ് നമ്മൾ സ്വലാത്തിൻ്റെ വാർഷികങ്ങളൊക്കെ നടത്തുന്നത്. സ്വലാത്തിൻ്റെ വാർഷികങ്ങൾ അത് സ്വലാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പള്ളിയിൽ വ്യാഴാഴ്ച തോറും നടക്കാറുള്ള സ്വലാത്ത് വളരെ സമ്പൂർണ്ണമായ ധാരാളം സ്വലാത്തുകൾ അടങ്ങിയ ആ സ്വലാത്ത് ദിക്ർ മജ്ലിസ് എത്രത്തോളം പവറുകൾ നൽകിയ ഉദ്ദേശങ്ങളൊക്കെ ഒരു നിയത്ത് ആക്കിക്കൊണ്ട് ആ മജ്ലിസുകളിലേക്ക് സംഭാവനകൾ നൽകിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചീരണകൾ നൽകിക്കഴിഞ്ഞാൽ ആ ഉദ്ദേശങ്ങൾ സഫലീകരിക്കുന്നത് പോലെയുള്ള പല കാര്യങ്ങളും മുൻകാലങ്ങൾ നമ്മുടെ പള്ളികളിലൊക്കെ നടന്നിട്ടുണ്ട്. ഇനിയും അങ്ങോട്ടേക്കും നടക്കണം. അത് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ധാരാളം സ്നേഹിക്കാനുള്ള കഴിവ് നമുക്കുണ്ടാവണം. ആ മദീന നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാവണം. ധാരാളം പ്രാവശ്യം ആ മദീനയിലേക്ക് എത്താനും കണ്ണും മനസ്സും നിറഞ്ഞുകൊണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് ആ നബി തങ്ങളുടെ ഹുജറ ഷരീഫിന്റെ റൗള ഷരീഫിന്റെ അരികത്ത് പോയിട്ട് ആ മദീനയുടെ മണ്ണിൽ പോയിട്ട് കൊണ്ട് നബി തങ്ങൾക്ക് സലാത്തും സലാമും ചെല്ലാനുള്ള തൗഫീഖ് നമുക്ക് ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഉള്ളവനടക്കം ഇൻഷാ അല്ലാഹ് ഉംറ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ആരെങ്കിലും അങ്ങനെ പോകാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെയുമായി ബന്ധപ്പെടുക. കാരണം ഉംറ ചെയ്യാൻ വേണ്ടി ആഗ്രഹം വളരെ കാലം മുമ്പ് മുതൽക്കേ നമുക്ക് പല ആളുകൾക്കും തുടങ്ങിയിട്ടുണ്ടാവാം. അതിനൊരു വിളി വരുന്നത്, അല്ലെങ്കിൽ അതിനൊരു സാഹചര്യം ഒത്തുവരുന്നത് പല സമയങ്ങളിലായിട്ടായിരിക്കാം. പലപ്പോഴും വലിയ ധാരാളം പണമുള്ള ആളുകളുണ്ട്, പക്ഷേ ഹജ്ജും ഉംറയും ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല. അതിനൊരു തൗഫീഖ് കിട്ടിയിട്ടുണ്ടാവില്ല. എന്നാൽ ചില ആളുകൾക്ക് വലിയ പൈസയൊന്നും ഉണ്ടാവില്ല, എന്നാൽ ഉംറക്ക് പോകാനുള്ള അവസരങ്ങളൊക്കെ ഇങ്ങനെ ഒത്തുവരികയും ചെയ്യും. ഉംറക്ക് പോയി ധാരാളം ആളുകൾ, എത്രയോ ഉംറകൾ ചെയ്ത ആളുകളും ഒക്കെയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ കാലം മുമ്പ് മുതൽക്ക് തുടങ്ങിയ ആഗ്രഹങ്ങൾ, ഒന്ന് നബി തങ്ങളുടെ ഹളറത്തിലേക്ക് എത്തണം, ആ മക്ക ഹറമിലേക്കൊന്ന് കാലുകുത്തണം, മദീനയിലേക്കൊന്ന് കാലുകുത്തണം. ഹബീബിന്റെ മണ്ണ്, ആ ഹബീബിന്റെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ, ഹബീബിന്റെ അന്തിയുറക്കം കൊണ്ട് അനുഗ്രഹീതമായ ആ മദീന മണ്ണിന്റെ മനോഹാരിതയിലേക്കൊന്ന് എത്തിച്ചേരണം. റഹ്മാനായ റബ്ബ് നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന് വേണ്ടത് നബി തങ്ങളോടുള്ള സ്നേഹമാണ്. നബി തങ്ങളുടെ പേരിൽ ധാരാളം അങ്ങനെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക. നബി തങ്ങൾ നമ്മയും സ്നേഹിക്കുന്നുണ്ട്. അതിനൊരു തെളിവെന്താ? ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയോട് ചോദിക്കുകയാണ്, അല്ല ആയിഷ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ ബീവി പറഞ്ഞു, നബിയെ, എനിക്ക് വേണ്ടി അങ്ങൊന്ന് ദുആ ചെയ്യണം. ആയിഷ ബീവി നബി തങ്ങളോട് പറയാൻ, നബിയെ, എനിക്ക് വേണ്ടി അങ്ങൊന്ന് ദുആ ചെയ്യണം.
ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, അല്ല ആയിഷ, ഞാൻ നിനക്ക് വേണ്ടി എപ്പോഴും ദുആ ചെയ്യാറുണ്ടല്ലോ, നീ എൻ്റെ പ്രിയ പത്നിയല്ലേ, നിനക്ക് വേണ്ടി ഞാൻ എപ്പോഴും ദുആ ചെയ്യാറുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞു. ഇത് നമ്മളൊന്ന് മനസ്സിലാക്കുക. നമ്മളൊക്കെ ദാമ്പത്യ ജീവിതം നയിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലൊക്കെയുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം ദുആ ചെയ്യണം. അത് വല്ലാത്ത രീതിയിൽ ഇജാബത്ത് കിട്ടുന്ന കാര്യമാണ് എന്ന് ബഹുമാനപ്പെട്ട ഉലമാക്കൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. സ്നേഹത്തോടെയുള്ള ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രാർത്ഥന. പലപ്പോഴും മക്കൾക്ക് ഉപ്പാക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു കൊടുക്കാൻ, മക്കളുടെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഉമ്മമാർക്ക് കഴിയണം. അതേപോലെ ഉമ്മമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഉപ്പമാർക്കും കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാതെ എപ്പോഴും കുറ്റം പറയാതെ നിൻ്റെ ഉപ്പ അങ്ങനെയാണ്, നിൻ്റെ ഉമ്മ ഇങ്ങനെയാണ്, അങ്ങനെ രീതിയിൽ അങ്ങനെയൊന്നും പറയാതെ എപ്പോഴും മക്കളുടെ മുമ്പിൽ നമ്മൾ ചെയ്യേണ്ടതും ചൊല്ലേണ്ടതും ഉപ്പയെയും ഉമ്മയെയും പറ്റിയുള്ള നല്ല വശങ്ങൾ മാത്രം പറഞ്ഞു കൊടുക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സ് മക്കളിൽ ഉണ്ടാക്കി കൊടുക്കുകയുമാണ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ എന്നുള്ള ദുആ. ആ ദുആ ഓരോ മക്കളും മാതാപിതാക്കൾക്ക് വേണ്ടി ചൊല്ലൽ കടമയായ ഒരു പ്രാർത്ഥനയാണ് എന്ന് ബഹുമാനപ്പെട്ട ഉലമാക്കൾ പഠിപ്പിച്ചിരുന്നുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയോട് പറഞ്ഞു, അല്ല ആയിഷ, നിനക്ക് വേണ്ടി ഞാൻ എപ്പോഴും ദുആ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ ബീവി പറയുകയാണ്, യാ റസൂലല്ലാഹ്, ആ പ്രാർത്ഥനയല്ല നബിയേ എനിക്ക് വേണ്ടത്, ഈ സമയത്ത് ഇപ്പോൾ എനിക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണം നബിയേ എന്ന് ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, അല്ലാഹുമ്മ ഗ്ഫിർ ലി ആയിഷ, റഹ്മാനായ അല്ലാഹ്, ആയിഷക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഈ ദുആ അങ്ങ് കേട്ടപ്പോൾ ആയിഷ ബീവി അങ്ങ് ചിരിക്കുകയാണ്. ചിരിച്ചങ്ങ് മണ്ണ് തപ്പും പോലെ ചിരിക്കുകയാണ്. ഈ പ്രാർത്ഥന കേട്ടപ്പോൾ ചിരിക്കുന്ന ആയിഷ ബീവിയെ കണ്ട ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയോട് ചോദിക്കുകയാണ്, അല്ല ആയിഷ, എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നത് ആയിഷ? ആ സമയത്ത് ആയിഷ ബീവി പറഞ്ഞു, നബിയെ, ഞാൻ ദുആ ഇറക്കാൻ പറഞ്ഞപ്പോ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോ അങ്ങ് പ്രാർത്ഥിച്ചല്ലോ. ആ പ്രാർത്ഥന കണ്ടപ്പോഴാണ്, അങ്ങ് പെട്ടെന്ന് തന്നെ പ്രാർത്ഥിച്ചപ്പോഴാണ് ഞാൻ ചിരിച്ചു പോയത് നബിയെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ ബീവി പറഞ്ഞപ്പോ ആ സമയത്ത് ലോകത്തിന്റെ നേരാവായ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, യാ ആയിഷ, നിനക്ക് വേണ്ടി മാത്രമല്ല ആയിഷ, ഈ ലോകത്ത് കഴിഞ്ഞു പോയ ഇനി വരാനുള്ള എൻ്റെ ഉമ്മത്തീങ്ങൾക്ക് വേണ്ടിയും ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് ആയിഷ. ഞാൻ എൻ്റെ നിസ്കാരങ്ങൾക്ക് ശേഷം എൻ്റെ ഉമ്മത്തീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് ആയിഷ. ഉമ്മത്തിനെ സ്നേഹിച്ച ഹബീബായ നബി, സമുദായത്തെ സ്നേഹിച്ച പ്രവാചകനായ നബി, തൻ്റെ അനുയായികളെ സ്നേഹിച്ച നേതാവായ നബി, ഇങ്ങനെ ഒരു നേതാവിനെ നമുക്ക് കാണിക്കാൻ സാധിക്കുമോ? ഇങ്ങനെ വേറൊരു നേതാവ് നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമോ? ആ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച സ്വഹാബാക്കളുണ്ട്. ആ സ്വഹാബാക്കളെ പോലെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. നബി തങ്ങളുടെ പേരിൽ സ്വലാത്തുകൾ ചൊല്ലിയ, മദ്ഹുകൾ പറഞ്ഞ ധാരാളം ആളുകളുണ്ട്. അവരെ പോലെ അല്ലെങ്കിൽ അവർ സ്നേഹിച്ചതിന്റെ ഒരു അംശമെങ്കിലും സ്നേഹിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ബഹുമാനപ്പെട്ടവർ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്. ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മുറാഫഖത മുഹമ്മദുൻ ഫിൽ ജന്ന. അല്ലാഹുവേ, ഞാൻ നിന്നോട് ചോദിക്കുന്നത് സ്വർഗ്ഗത്തിൽ എൻ്റെ നബിയുടെ സാമീപ്യമാണ്. എൻ്റെ സ്വർഗ്ഗത്തിൽ എൻ്റെ നബി എൻ്റെ കൂടെ ഉണ്ടാവണമെന്നാണ്. അങ്ങനെ എത്ര സ്വഹാബാക്കളാ പ്രാർത്ഥിച്ചത്. ബഹുമാനപ്പെട്ട റബീഅ റളിയല്ലാഹു അൻഹു, റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി റളിയല്ലാഹു അൻഹു നബി തങ്ങൾക്ക് വേണ്ടി ധാരാളം ഖിദ്മ ചെയ്ത മനുഷ്യനാണ്. ഒരു ദിവസം നബി തങ്ങൾ ആ സ്വഹാബിയോട് ചോദിക്കുകയാണ്, അല്ല റബീഅ, നിനക്ക് എന്താണ് വേണ്ടത് റബീഅ? എന്തും ചോദിച്ചോ റബീഅ, ഞാനത് ഏർപ്പാടാക്കി തരാം റബീഅ എന്ന് ഔ കമാ ഖാല റസൂലുള്ളാഹ്.
ആ സമയത്ത് റബീഅ റളിയല്ലാഹു അൻഹു പറയുന്നത് അസ്അലുക മുറാഫഖത ഫിൽ ജന്ന. നബിയേ, എനിക്ക് സ്വർഗ്ഗത്തിൽ പോവല് മാത്രമല്ല, സ്വർഗ്ഗത്തിൽ അങ്ങയുടെ കൂട്ടുകാരനാവണം, സ്വർഗ്ഗത്തിൽ അങ്ങയുടെ കൂടെ ഉണ്ടാവണം, അതാണ് എനിക്ക് വേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട റബീഅ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അങ്ങനെ പറഞ്ഞപ്പോ, പ്രിയമുള്ളവരെ, നബി തങ്ങൾ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്, അല്ല റബീഅ, വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ റബീഅ? ഇത് വലിയ ഒരു കാര്യമാണല്ലോ, ഇതിനേക്കാൾ ചെറിയ വേറെ കാര്യമുണ്ടോ റബീഅ എന്ന് റബീഅ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുമ്പോ, നബി തങ്ങളോട് റബീഅ പറയുന്നു, നബിയേ, എനിക്ക് സ്വർഗ്ഗം മാത്രമല്ല വേണ്ടത് നബിയേ, എനിക്ക് ദുനിയാവൊന്നും വേണ്ട നബിയേ, എനിക്ക് സുഖങ്ങളൊന്നും വേണ്ട നബിയേ, എനിക്ക് വേണ്ടത് സ്വർഗ്ഗത്തിൽ അങ്ങയുടെ കൂട്ടുകാരനാവലാണ് നബിയേ. അസ്അലുക മുറാഫഖത ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അങ്ങയുടെ ചങ്ങാതിയാവണം നബിയേ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട റബീഅ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്ന ഒരു കാര്യമാണ്, മരണം നന്നാക്കണോ, ഖബറിലുള്ള ശിക്ഷയും ഒഴിവായി കിട്ടണോ. റബീഅ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്, ബിക ഫഇന്നി അലാ നഫ്സിക ബികസറത്തി സുജൂദ്. ആ ഒരു കാര്യം നിനക്ക് ലഭിക്കണമെങ്കിൽ, സ്വർഗത്തിൽ എൻ്റെ കൂട്ടുകാരനായിട്ട് എൻ്റെ കൂടെ നിനക്കുണ്ടാവണമെങ്കിൽ, ബികസറത്തി സുജൂദ്, സുജൂദിനെ നീ വർദ്ധിപ്പിക്കണേ റബീഅ, സുജൂദ് വർദ്ധിപ്പിക്കണേ റബീഅ. ബദ്റിന്റെ പള്ളിയിൽ നിന്നും 5 നേരം നമ്മുടെ മുഅദ്ദിൻ ഉസ്താദ് ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാഹ് എന്നങ്ങ് പറയുമ്പോ, ആ വിളിക്കുത്തരം നൽകാനുള്ള കഴിവ് നമുക്കുണ്ടാവണം. ആ വിളിക്കുത്തരം നൽകിയിട്ട് പള്ളിയിൽ പോയിട്ട്, അല്ലെങ്കിൽ പെണ്ണുങ്ങളാണെങ്കിൽ വീട്ടിൽ ചെന്നുകൊണ്ട് യഥാസമയത്ത് നിസ്കരിക്കാനുള്ള തൗഫീഖ് നമുക്കുണ്ടാവണം. എന്നാൽ നമ്മുടെ മരണം നന്നാവുമെന്ന് ബഹുമാനപ്പെട്ട ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട മക്കളെ, നാളെയും മറ്റന്നാളും മദ്രസ ഇല്ല എന്നുള്ളൊരു സന്തോഷ വാർത്ത നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരും പേടിക്കണ്ട. പിന്നെ അതേപോലെ തന്നെ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, നമ്മുടെ മരണം നന്നാവാൻ, നമ്മുടെ ഖബറിലെ ശിക്ഷ ഒഴിവായി കിട്ടാൻ ഇതൊക്കെ ചെയ്യണം. ബികസ്റത്തി സുജൂദ് എന്ന് നബി തങ്ങൾ പറഞ്ഞു, ഫഇന്നി അലാ നഫ്സിക ബികസ്റത്തി സുജൂദ്. സുജൂദ് ചെയ്തുകൊണ്ട് ആ കാര്യം കൊണ്ട് എന്നിലേക്ക് അടുക്കുക, സുജൂദ് വർദ്ധിപ്പിക്കുക എന്നാ പറഞ്ഞത്. അതേപോലെ തന്നെ നബി തങ്ങളെ സ്നേഹിക്കുക, സ്വലാത്ത് ചൊല്ലുക, ഇതൊക്കെയും മരണം നന്നാവാനുള്ള വഴികളാണ് എന്ന് ഉലമാക്കൾ പഠിപ്പിച്ചു. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യേകമായൊരു കാര്യം, നമ്മുടെ പള്ളിയുടെ ചെറിയ ചോർച്ചകളൊക്കെ പള്ളിക്ക് വരുന്നുണ്ട് എന്നറിയാൻ വേണ്ടി സാധിച്ചു. അതേപോലെ തന്നെ നമ്മുടെ ബാത്റൂമിൻ്റെ പണികൾ, അതേപോലെ തന്നെ നമ്മുടെ ഷെഡിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ഈ ജമാഅത്ത് കമ്മിറ്റി മുമ്പിൽ വെച്ചിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇത്രത്തോളം വലിയ പരിപാടികൾ അവർ നടത്തുന്നത്. അവരുടെ യഥാർത്ഥമായ അള്ളാഹിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഈ നടത്തുന്ന ഇങ്ങനെയുള്ള പരിപാടികളിലൂടെ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന കഴിവുകൾ, ധാരാളം സഹായങ്ങൾ നല്ലോണം നൽകണം. ഇന്ന് നൽകിയതുപോലെ, ഇതുവരെ നൽകിയതുപോലെ വീട് വീടാന്തരം നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. ഈ ജമാഅത്ത് നടത്തുന്ന അതേപോലെ തന്നെ ആ നിങ്ങൾ നൽകിയ സഹകരണങ്ങൾ കൊണ്ടാണ് ഈ മഹൽ ഇന്നും ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് എത്തുന്നത്. ഇനിയും അങ്ങോട്ടേക്ക് ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട്. ഈ പരിപാടി വിചാരിച്ചപ്പോൾ തന്നെ രാവിലെ നല്ല മഴയും ചെളിയും ഒക്കെ ആയിട്ടുണ്ട് എന്ന് ഇവിടുന്ന് പറഞ്ഞു. ആ സമയത്ത് ഇങ്ങനെയുള്ള ജെല്ലുകളൊക്കെ ഇട്ടുകൊണ്ട് ആ ചെളികളൊക്കെ പോയിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നത് പോലെ സൗകര്യങ്ങൾ ഒരുക്കാൻ ഈ ജമാഅത്തിന് സാധിച്ചിട്ടുണ്ട്. അത് നമ്മുടെ നേരത്തെ ഉദ്ഘാടനം ചെയ്ത അബ്ദുറഹ്മാൻ പാണത്തൂർ അദ്ദേഹം നമുക്ക് 10,000 രൂപയോളം തന്നിട്ടുണ്ട് എന്നറിയാൻ വേണ്ടി സാധിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലങ്ങൾ കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ ജോലിയിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ അല്ലാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അതേപോലെ നാട്ടുകാരായ പല ആളുകളും സഹായിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ
പലപ്പോഴും ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് മജ്‌ലിസ് നൂറിൻ്റെ സദസ്സിലായാലും പല സദസ്സുകളിലായാലും പലപ്പോഴും നിങ്ങളോട് പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ചോദിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ നല്ല സഹായങ്ങൾ നൽകിയിട്ട് നിങ്ങളൊക്കെ സഹായിച്ചവരാണ്. എന്നിരുന്നാലും ഞാൻ ചോദിക്കാൻ കുറച്ച് ബാക്കിലുള്ള ആളാണ്. നമ്മൾ കാവുച്ചൊക്കെ ഞാൻ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ പറയാം, നമ്മൾ ഉസ്താദ് ചോദിക്കാൻ ഭയങ്കര തണുപ്പ് എന്ന് പറയും. കാരണം ഈ പിരിവൊക്കെ വരുമ്പോൾ ചോദിക്കാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ. എന്നിരുന്നാലും നാട്ടുകാരായ നല്ലവരായ ഉമ്മമാരോട് ഈ ഒരു ബന്ധം അന്ന് ഇവിടുന്ന് വിട്ടുപോയത് മുതൽ ഇന്നത്തോളം ആ ഖേദകരമായ അവസ്ഥയും ഒക്കെ കഴിഞ്ഞിട്ട് പോലും ധാരാളം ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന എത്രയോ വീട്ടുകാർ ഇവിടെയുണ്ട്, നാട്ടുകാരുണ്ട്, സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്, നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ആളുകളുണ്ട്. ആ ബന്ധത്തിൻ്റെ പുറമെ ഹബീബിൻ്റെ സദസ്സ് പറഞ്ഞ അല്ലെങ്കിൽ ഹബീബിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയ മജ്‌ലിസ് നൂറിൻ്റെ ബദരീങ്ങളുടെ പേര് ചൊല്ലിയ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങളോട് ചോദിക്കുകയാണ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളോട് ഈ ജമാഅത്തിന് വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. നമ്മുടെ ജമാഅത്തിനെ എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങളാൽ കഴിയുന്ന നല്ല ഒരു സഹായം ആ ബക്കറ്റ് വരുമ്പോൾ അതിലിട്ടുകൊണ്ട് എല്ലാവരും സഹായിക്കുക. കാരണം ആ സഹായങ്ങളെ കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ചിലപ്പോൾ മാറ്റി തന്നേക്കാം. നമ്മൾ നൽകുന്ന ആ ചെറിയ ഒരു പണക്കിഴിയിലൂടെ അല്ലെങ്കിൽ പണത്തുട്ടുകളിലൂടെ നമ്മുടെ വലിയ പ്രയാസങ്ങൾ തന്നെ മാറിയേക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു ഇന്ന് നൽകുന്ന ഈ സഹായങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നീക്കി നൽകുമാറാകട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ, അതേപോലെ മക്കളില്ലാത്തവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണം കഴിച്ച വീട്ടിലെ സഹോദരിക്ക് മക്കളില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സഹോദരിക്ക് ബഹുമാനപ്പെട്ട ബദരീങ്ങളുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് ബഹുമാനപ്പെട്ട ആ മഹദിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് തന്നെ നല്ല ഒരു സ്വാലിഹായ സന്താനത്തെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അതേപോലെ തന്നെ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് പ്രസവിച്ച ഒരു കുട്ടി കുറച്ച് സീരിയസ് ആയ പ്രയാസം നേരിട്ടിട്ട് മാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി സാധിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിക്കും ഉമ്മാക്കും അള്ളാഹു ഖൈർ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ. നല്ല റാഹത്തോടു കൂടിയുള്ള ജീവിതം അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യട്ടെ. പ്രിയമുള്ളവരെ, ഈ ഒരു സദസ്സിന് ദുആഇന് ഇജാബത്ത് കിട്ടുമെന്ന് നമ്മുടെ മനസ്സ് പറയുന്ന സദസ്സാണ്. കാരണം ഇൽമ് പറഞ്ഞ സദസ്സാണ്, ഹബീബിന്റെ പേര് പറഞ്ഞ സദസ്സാണ്. അതേപോലെ തേനുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ്?
വിട്ടുകൊണ്ടൊന്ന് കേൾക്കണേ. ആ പെണ്ണ് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, ഇന്നി സനൈതു യാ റസൂലല്ലാഹ്, ഞാൻ വ്യഭിചാരം ചെയ്തു പോയി നബിയേ. എന്റെ ഭർത്താവില്ലാത്ത സമയത്ത്, എന്റെ ഭർത്താവ് ജോലിക്ക് പോയ സമയത്ത്, കച്ചവടം ചെയ്യാൻ വേണ്ടി വേറെ നാടുകളിലേക്ക് പോയ സമയത്ത് അന്യ പുരുഷനുമായിട്ട് ഞാൻ കിടക്ക പങ്കിട്ടിട്ടുണ്ട് നബിയേ. ഞാൻ വ്യഭിചാരം ചെയ്തിട്ടുണ്ട് നബിയേ. ഞാൻ സിന ചെയ്തിട്ടുണ്ട് നബിയേ എന്ന് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ പെണ്ണ് വന്നുകൊണ്ട് പറയുകയാണ്. എന്നിട്ട് നബി തങ്ങളോട് വീണ്ടും ആ പെണ്ണ് പറയുന്നു, മാത്രമല്ല നബിയേ, ഞാൻ സിന ചെയ്തത് മാത്രമല്ല, ആ സിനയിലൂടെ ഞാൻ ഗർഭിണിയായിട്ടുണ്ട് നബിയേ. എന്റെ വയറ്റിലൊരു കുഞ്ഞ് വളർന്നിട്ടുണ്ട് നബിയേ. എന്നിട്ട് ഞാൻ പ്രസവിച്ചു നബിയേ. പ്രസവത്തിന്റെ സമയമായപ്പോ ഞാനങ്ങ് പ്രസവിച്ചു നബിയേ. നാട്ടുകാരിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ച പ്രസവമാണ്, എന്റെ കുടുംബക്കാരിൽ നിന്ന് മറച്ചു വെച്ച പ്രസവമാണ്, ആർക്കും അറിയാത്ത പ്രസവമാണ്. ആ കുഞ്ഞിനെ ഞാൻ തന്നെ പ്രസവം നടത്തിയിട്ട് ആ കുഞ്ഞിനെ ഞാനങ്ങ് കൊന്നു കളയുകയാണ് നബിയേ. പ്രിയമുള്ളവരെ, ഉമ്മ ആ പെണ്ണിന്റെ മനസ്സിന്റെ കട്ടിയൊന്ന് ചിന്തിച്ചു നോക്കണേ. ആ പെണ്ണ് നബി തങ്ങളോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, എന്റെ സ്വന്തം കുഞ്ഞിനെ ഞാനങ്ങ് കൊന്നു കളഞ്ഞു നബിയേ. എന്നിട്ട് ഞാൻ എന്താ ചെയ്തതെന്നറിയാമോ? എന്റെ ജോലി സുർക്കയുണ്ടാക്കലാണ്. സുർക്ക ഉണ്ടാക്കി വിൽക്കുന്ന ജോലിയാ എനിക്കുള്ളത്. ആ കുഞ്ഞിനെ ഞാനതാ എന്റെ വയറ്റിൽ നിന്ന് പുറത്തു വന്ന ചോര നീരായ കുഞ്ഞിനെ ഞാനതാ ഏറ്റവും വീര്യം കൂടിയ സുർക്കയിലേക്ക് ഞാനങ്ങ് ഇടുകയാണ്. സുബ്ഹാനല്ലാഹ്, ആ സുർക്കയിലേക്ക് അങ്ങ് ചേരുമ്പോൾ തന്നെ ആ പിഞ്ചു പൈതലിന്റെ ഏറ്റവും നോർമലായ, ഏറ്റവും നേർമയായ തൊലികളുണ്ടല്ലോ, അതങ്ങ് സുർക്കയിലേക്ക് ചേർന്നു പോവുകയാണ്, സുർക്കയിലേക്ക് അലിഞ്ഞു പോവുകയാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. എന്റെ കുഞ്ഞിന്റെ എല്ലുകളും മാംസങ്ങളും തൊലികളും രക്തങ്ങളും എല്ലാം ആ സുർക്കയിലങ്ങ് അലിഞ്ഞു ചേർന്നപ്പോ ഞാൻ ആ സുർക്കയെ ആ സുർക്കയെ ഞാൻ ജനങ്ങൾക്ക് വിറ്റു നബിയേ. ജനങ്ങൾക്ക് ഞാൻ ആ സുർക്കയെ വിൽക്കുകയാണ്. ഞാൻ എന്ത് പാപം ചെയ്തവളാ നബിയേ, ഞാൻ വല്ലാത്ത പാതകം ചെയ്തവളാ നബിയേ, വല്ലാത്ത തെറ്റ് ചെയ്തവളാണ് നബിയേ. എനിക്ക് പൊരുത്തപ്പെട്ട് നൽകുമോ നബിയേ? ഞാൻ സിന ചെയ്തവളാണ്, ഞാൻ ഖാത്തിലാണ്, ഞാൻ കൊലപാതകിയാണ്, ഞാൻ ഹറാമായ കച്ചവടം ചെയ്തവളാണ്, ഞാൻ വല്ലാത്ത പാതകിയാണ്. എനിക്ക് മഗ്ഫിറത്തുണ്ടോ നബിയേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ പെണ്ണ് ചോദിക്കുമ്പോ നമ്മുടെ ചരിത്രത്തിന്റെ വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരുന്നു. ആ സമയത്ത് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവളോട് ചോദിച്ച ഒരു കാര്യമുണ്ട്. അല്ല പെണ്ണേ, നീ അസ്ർ നിസ്കാരം ഒഴിവാക്കുന്നവളാണോ? ഇത്രത്തോളം തെറ്റ് ചെയ്ത പെണ്ണിനോട് നബി തങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ അസ്ർ നിസ്കാരം ഒഴിവാക്കുന്നവളാണോ? എന്തുകൊണ്ടായിരിക്കും നബി തങ്ങൾ അങ്ങനെ ചോദിച്ചത്? എന്തുകൊണ്ടായിരിക്കും? ബഹുമാനപ്പെട്ട ഉലമാക്കൾ ഈ ഹദീസ്, ഈ ചരിത്രത്തെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അസ്ർ നിസ്കാരം ഒഴിവാക്കുന്ന, പതിവായി ഒഴിവാക്കുന്ന ആളുകളുടെ മനസ്സ് കട്ടിയായി പോകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്കൊക്കെ ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ അസ്ർ നിസ്കാരം പതിവാക്കി ഒഴിവാക്കിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ മനസ്സ് കല്ല് പോലെയായി മാറുന്നതാണ്. പിന്നെ ഒരു തെറ്റ് ചെയ്യാനും ഒരു ഖേദവും നമ്മുടെ മനസ്സിൽ വരൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ധാരാളം നിസ്കരിക്കാനും നല്ല നല്ല അമലുകൾ ചെയ്യാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞത് ആ കുറച്ച് സമയത്തിലാണെങ്കിലും നല്ല മരണം നമുക്കുണ്ടാവണം. ഖബർ കാണുമ്പോൾ ഒരു പേടി നമ്മുടെ മനസ്സിലേക്ക് വരണം. ഖബർസ്ഥാനിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാരെയൊക്കെ സിയാറത്ത് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളൊക്കെ മരിക്കാനുള്ളവരാണെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്കൊക്കെ കടന്നു വരണം. ആ മനസ്സ് സ്വമേധയാ നമുക്ക് ഉണ്ടാവണം.
അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആ മരണം നന്നാവാൻ, ഖബറിൻ്റെ അദാബുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള 1, 2, 3 കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത്. അതിലൊന്ന് ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ തഖ്വയിലൂന്നിയ ജീവിതം നമ്മൾ നയിക്കുക. അവസാനം കലിമ ചൊല്ലി മരിക്കാനുള്ള ഏറ്റവും വലിയ സുന്ദരമായ ജീവിതം നയിച്ചുകൊണ്ട് മരിക്കാനുള്ള ഒരു ഉദാഹരണം എന്നുള്ളത് ആ തഖ്വയോടുകൂടിയുള്ള ജീവിതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാമീപ്യം ലഭിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിൽ നബി തങ്ങളുടെ കൂട്ടുകാരായിട്ട് നമുക്ക് ലഭിക്കണമെങ്കിൽ സ്വഹാബാക്കൾക്ക് നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഒരു കാര്യമെന്നുള്ളത് കസറത്തു സുജൂദ് എന്നാണ്. സുജൂദ് വർദ്ധിപ്പിക്കുക എന്നാണ്. ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ പിടിച്ചു കൊണ്ടുവന്നിട്ട് വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടിപ്പിക്കുന്ന സമയത്ത്, എടാ ഹുബൈബേ, നിനക്ക് പെണ്ണ് തരാം, നിനക്ക് സമ്പത്ത് തരാം, നിനക്ക് എന്താണോ വേണ്ടത് എന്തും തരാം, നീ ഇസ്ലാമിൽ നിന്നൊന്നും മാറടാ ഹുബൈബേ എന്ന് ശത്രുക്കൾ ഹുബൈബിനെ പിടിച്ചു കൊണ്ടുവന്ന സമയത്ത് പോലും ഹുബൈബ് പറഞ്ഞത്, ഞാൻ മാറൂല, എൻ്റെ മതം ഇസ്ലാമാണു എന്ന് പറഞ്ഞുകൊണ്ട് ആ ധീരതയോടെ നിന്ന് ഹുബൈബ് റളിയല്ലാഹു അൻഹു അവസാനം തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അവസാന ആഗ്രഹമായിട്ട് ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണമെന്നാണ്. 2 റക്അത്ത് നിസ്കരിക്കണമെന്നാണ്. തൂക്കുമരത്തിലേക്ക് ജനങ്ങൾ കാണാൻ വേണ്ടിയിട്ട് വയറിലേക്ക് കമ്പും കുന്തവും കയറ്റി ഇറക്കിയിട്ട് വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടിപ്പിച്ചിട്ട് കൊല്ലാൻ നോക്കുന്ന സമയത്ത് പോലും ഹുബൈബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സിലുണ്ടായത് അള്ളാഹ്ക്ക് വേണ്ടി 2 റക്അത്ത് നിസ്കരിക്കണമെന്നാണ്. ആ നിസ്കാരത്തിൻ്റെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ രീതിയിലുള്ള ജീവിതങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. നമ്മുടെ എല്ലാ അമലുകളും അള്ളാഹു പരിപൂർണമായി കബൂലാക്കട്ടെ. ഏതെങ്കിലും ഒരു സീസണൽ അമൽ ചെയ്യുന്നവരാവരുത് നമ്മൾ. നേരത്തെ ഉദ്ഘാടനത്തിൽ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞതുപോലെ നമ്മുടെ ആത്മീയതയിലേക്ക് കയറാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടാവണം. ഏറ്റവും നല്ല അടയാളങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ഏറ്റവും നല്ല ആത്മീയ പാതയിലേക്ക് നമ്മൾ നല്ല നല്ല അമലുകൾ ചെയ്തുകൊണ്ട് ആത്മീയതയിലേക്ക് കടന്നു ചെല്ലാനുള്ള തൗഫീഖ് നമുക്കുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനവും അല്ലാഹു പരിപൂർണമായി സ്വീകരിക്കട്ടെ. ഈ മഹല്ലത്തിന് വേണ്ടി നമ്മുടെ ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ ധാരാളം പ്രവർത്തിക്കുന്നുണ്ട്. അവർ ഞാനുണ്ടാകുന്ന സമയത്ത് പോലും എനിക്ക് അറിയാവുന്ന കാര്യമായതുകൊണ്ടാണ് പറയുന്നത്. ധാരാളം പ്രവർത്തിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ കടന്നു വരുമ്പോൾ രാത്രി പകലെന്നില്ലാതെ ആളുകളുടെ കംഫേർട്ടിനനുസരിച്ചിട്ട് നല്ല രീതിയിൽ പരിപാടി വിജയിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടെ തന്നെ ധാരാളം അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ അർഹമായ പ്രതിഫലങ്ങൾ കൊടുക്കട്ടെ. നിങ്ങളെല്ലാവരും അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. മുൻകഴിഞ്ഞു പോയ മുൻഗാമികളായ ആളുകൾ, എത്രയോ ആളുകൾ ഖബർസ്ഥാനിൽ കിടക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ വീടുകളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉപ്പാപ്പമാർ, ഉമ്മാമ്മമാരടക്കം, അതേപോലെ ഉപ്പമാർ, മാതാപിതാക്കൾ, സഹോദരന്മാരടക്കം, ചെറുപ്പക്കാരടക്കം മരണപ്പെട്ടു പോയ പല ആളുകളും ഇന്ന് ഖബർസ്ഥാനിൽ കിടക്കുന്നുണ്ട്. മുൻകാലത്ത് കഴിഞ്ഞു പോയ ഭാരവാഹികളടക്കം എല്ലാവർക്കും വേണ്ടി നമ്മളെല്ലാവരുടെയും ദുആയിൽ അവരെയൊക്കെ ഉൾപ്പെടുത്തണം. അതേപോലെ ഈ ഉള്ളവനെയും ഇൻഷാ അല്ലാഹ് ഉംറക്ക് പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. ഹജ്ജ് കഴിഞ്ഞിട്ട് ജൂൺ മാസത്തിൻ്റെ അവസാന സമയത്ത് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അത് റാഹത്തായിട്ട് പോകാനും ഒക്കെ സന്തോഷത്തോടെ ചെയ്യാനും ഒക്കെ നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. അതേപോലെ തന്നെ അതിനുവേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ബന്ധപ്പെടുകയൊക്കെ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ദാമ്പത്യ ജീവിതം, അതേപോലെ കുടുംബജീവിതം, വീട്ടിലെ ജീവിതം എല്ലാം ഹൈറാവണം. നമ്മുടെ എല്ലാവരുടെയും എല്ലാ ജീവിതങ്ങളും റാഹത്തിലും സന്തോഷത്തിലാവണം. അതിനു വേണ്ടിയിട്ട് എല്ലാവരും ഈ ഉള്ളവനടക്കം നിങ്ങളുടെ ജീവിതത്തിൽ ദുആയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ട് എല്ലാവരും ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. ഈ പരിപാടി റബ്ബ് സുബ്ഹാനഹു വ തആല വിജയിപ്പിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അപ്പോൾ ആ സഹായങ്ങൾ ആരും തന്നെ മറന്നു പോകരുത്. നിങ്ങളുടെ മുമ്പിൽ നിങ്ങളോട് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം അത് മാത്രമാണ്. നിങ്ങളുടെ മുമ്പിൽ ജോലി ചെയ്ത ഒരു എളിയവനായ മനുഷ്യൻ എന്നുള്ള നിലക്ക്, നിങ്ങളുടെ നാട്ടിലെ ഭക്ഷണം കഴിച്ച ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് ആ കടപ്പാട് കൂടെയാണ് ഈ പള്ളിക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. ഇതാരും പറഞ്ഞത് വന്നുകൊണ്ട് എന്തിനും ബോധിപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്നതല്ല. ഒരിക്കലും ആ ഒരു ബോധിപ്പിക്കേണ്ട ചോദ്യത്തിലേക്കല്ല ഞാൻ വരുന്നത്. ആത്മാർത്ഥതയോടുകൂടിയുള്ള ചോദ്യമാണ്. പ്രിയമുള്ള നാട്ടുകാരെ, നമ്മുടെ പള്ളിക്ക് വേണ്ടി സഹായിക്കുക. ധാരാളം അകമഴിഞ്ഞ് സഹായിക്കുക. പള്ളിക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുക. ഈ ബദർ, ഈ പള്ളി, ഈ ജമാഅത്ത്, ഈ കടന്ന് വാനം തുറന്ന്
വാനലോകം സദാ ദുആ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആരെയും മുമ്പിലേക്കൊന്നും വരുത്തിപ്പിക്കുകയോ എണീപ്പിക്കുകയോ ചെയ്യുന്നില്ല. ആത്മാർത്ഥമായിട്ട് ആമയും പറയാം. കാരണം നല്ലൊരു സദസ്സാണ്, നല്ലൊരു മജ്ലിസാണ്. ബഹുമാനപ്പെട്ട ആലിമീങ്ങൾ, എത്രയോ വലിയ വലിയ ഉസ്താദുമാർ, എന്നെക്കാളും വലിയ ഉസ്താദുമാരൊക്കെ ഇരിക്കുന്ന സദസ്സാണ്. അവരുടെ മുമ്പിൽ ദുആ ചെയ്യാൻ ആരുമല്ല. എന്നിരുന്നാലും ഏൽപ്പിക്കപ്പെട്ടത് കൊണ്ട് ദുആ ചെയ്യുകയാണ്. ആത്മാർത്ഥമായിട്ട് തന്നെ എല്ലാവരും ആമയും പറയുക. പ്രത്യേകിച്ച് ദുആ ചെയ്യാൻ പറഞ്ഞ ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഒരു കുഞ്ഞ് നേരത്തെ പറഞ്ഞ പോലെ പ്രസവിച്ചിട്ട് മണിക്കൂറുകളെ ആവുന്നുള്ളൂ. കുഞ്ഞിനെ കണ്ണ് കാണുന്നില്ല, വല്ലാത്ത പ്രയാസത്തിലാണ്, പ്രശ്നത്തിലാണ്, മംഗലാരം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി എന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല കുട്ടിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടി സൂചിപ്പിക്കാം. ഉസ്താദിൻ്റെ ദുആയിൽ എല്ലാവരെയും സ്വകാര്യ ഉസ്താദിനോട് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ജമാഅത്ത് കമ്മിറ്റിക്ക് ഒരു ഊർജ്ജവും ആവേശവും, ഇപ്പോൾ ഈ പരിപാടി ആയാലും വിദേശത്തുള്ള നമ്മുടെ നാട്ടുകാരൊക്കെ അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സംഭാവനയൊക്കെ എത്തിക്കാൻ മുൻപന്തിയിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ ജമാഅത്തിൻ്റെ കരുത്തനായ ഒരു പ്രവർത്തകനാണ് LK ഷൗക്കത്ത്. അദ്ദേഹത്തിൻ്റെ മരണപ്പെട്ടു പോയ പിതാവ് OT ഇബ്രാഹിച്ചാക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഒരുപാട്, അദ്ദേഹത്തിൻ്റെ വക തന്നെ 1 കിണ്ടൽ അരി, പിന്നെ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠന് 50 കിലോ അരി, പിന്നെ അവിടെ ഗേറ്റ്, പിന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ 1 കിണ്ടൽ അരി, അങ്ങനെ ഒരുപാട് സഹായങ്ങൾ. ജപ്പാനിലുള്ള നമ്മളെ ഷംസീറും അതുപോലെ ഷഹബാസും അവരൊക്കെ 1 കിണ്ടൽ ഇറച്ചിൻ്റെ പൈസ, ഉനൈസ് 50 കിലോ ഇറച്ചി, അല്ലേ, ഒരുപാട് ആളുകൾ. എല്ലാ ആളുകൾക്കും ഉസ്താദിൻ്റെ ദുആയിൽ ഇടം നൽകണം. വളണ്ടിയർമാരിലൊന്ന് ഫ്രണ്ടിലേക്ക് വരണമെന്ന് കമ്മിറ്റി ഓർഡർ ഇടുന്നുണ്ട്. വളണ്ടിയർമാരിലൊന്ന് മുമ്പിലേക്ക് വന്നിട്ട് റാഹത്താക്കുക. നല്ലവരായ ആളുകളാണ്, നല്ല ചെറുപ്പക്കാരാണ്. അൽഹംദുലില്ലാ, കുറച്ചു കാലേ ജോലി ചെയ്ത് പ്രവർത്തന പരിചയം അല്ലെങ്കിൽ ഈ പ്രവർത്തന മേഖലയ്ക്ക് കയറിയിട്ടുള്ളൂ എങ്കിലും നല്ല ചെറുപ്പക്കാർ, അല്ലെങ്കിൽ എന്തിനും ഏതിനും മഹലിൻ്റെ കൂടെ കട്ടക്ക് നിൽക്കുന്ന ചെറുപ്പക്കാർ, അത് ഈ കുന്നംകൈയുടെ അഭിമാനമാണ്. കുന്നംകൈ വെസ്റ്റിൻ്റെ ഒരു വല്ലാത്തൊരു നേട്ടമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പലപ്പോഴും പല സ്ഥലത്തും പോകുമ്പോഴും കാണുമ്പോഴും അറിയുമ്പോഴും ഒക്കെ മഹലിൻ്റെ കാര്യത്തിലേക്ക് അല്ലെങ്കിൽ മഹലിൻ്റെ നേതൃനിരയിലേക്ക് ഒരു പരിപാടികൾ വെക്കുമ്പോൾ അതിൻ്റെ നേതൃനിരയിലേക്ക് കടന്നു വരാൻ പല ചെറുപ്പക്കാരും മടിക്കുന്ന ഈ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ നേതാക്കളായ ആളുകൾ പറയുന്നതനുസരിക്കാത്ത, വീട്ടുകാർ പറയുന്നതനുസരിക്കാത്ത, ലഹരിയുടെയും മറ്റുള്ള പല പദാർത്ഥങ്ങളിലൂടെയും അടിമകളായി മാറുന്ന ചെറുപ്പക്കാരുള്ള ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടും ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ചെറുപ്പക്കാരും കുട്ടികളുമാണ് ഇന്ന് നാട്ടിലുള്ളത്. ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന സമയത്ത് ചെറിയ കുട്ടികളായിരുന്നു. പലപ്പോഴും കുട്ടികളൊക്കെ വലുതായിട്ടുണ്ട്. കുട്ടികൾ പെട്ടെന്ന് വലുതാകുന്നത് പോലെ മാഷാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഇൽമുകളിലേക്ക് അല്ലാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. പല കുട്ടികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലങ്ങൾ നൽകട്ടെ, നന്നായി പഠിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഈ നാട്ടിൻ്റെ കർമ്മനിരതായ, ഇതിൻ്റെ പിന്നണി പ്രവർത്തകരായ, ജമാഅത്തിൻ്റെ പിന്നിൽ അടിയുറച്ച് നിൽക്കുന്ന, ജമാഅത്ത് കമ്മിറ്റിൻ്റെ പിറകിൽ എന്തിനും സധൈര്യത്തോടെ മുന്നോട്ട് വന്നുകൊണ്ട് നിൽക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലങ്ങൾ നൽകട്ടെ. ഇതിൽ പല ആളുകളെയും ഗൾഫിലുള്ളവരായ പ്രവാസികളായ ആളുകളുണ്ട്. ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് നാട്ടിൽ ഇല്ലാതെ പ്രവാസികളായ ആളുകളുണ്ട്. അവരെയൊന്നും ചിലപ്പോൾ ചിലപ്പോൾ മനസ്സിലാക്കിക്കൊള്ളുന്നില്ല. പലപ്പോഴും പല ആളുകളെയും എഴുത്തുകളിലൂടെ കാണുന്ന ആളുകളുണ്ട്. ഗ്രൂപ്പുകളിലൂടെ ഉസ്താദുമാരെയൊക്കെ നബിദിനത്തിൻ്റെ സമയത്തൊക്കെ ഞങ്ങളെയൊക്കെ അഭിനന്ദിക്കുകയും ഒക്കെ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ നടത്തി എന്നൊക്കെ അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്ത പല ആളുകളുമൊക്കെ പ്രവാസികളായ ആളുകളിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലങ്ങൾ നൽകട്ടെ. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലങ്ങൾ നൽകട്ടെ. അതേപോലെ പ്രത്യേകിച്ച് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ ഇവിടെ നിന്ന് മരണപ്പെട്ടു പോയ OT ഇബ്രാഹിച്ച അടക്കമുള്ള ആളുകൾ, പേരിപ്പോൾ പറയാൻ ഓർമ്മ വരാത്ത പല ആളുകളുണ്ട് മരണപ്പെട്ടു പോയ ആളുകൾ. അതേപോലെ തന്നെ പാങ്കയത്തെ ഇബ്രാഹിം ഹാജി അടക്കമുള്ള ആളുകൾ, അങ്ങനെ പല ആളുകളും നമ്മുടെ മഹല്ലത്തിൽ നിന്ന് പൂർവികരായ ആളുകൾ, ഇപ്പോഴും മരണപ്പെട്ടു പോയ ആളുകളൊക്കെയുണ്ട്. എല്ലാവരുടെയും ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. പരലോക ജീവിതം അല്ലാഹു റാഹത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കട്ടെ. അതേപോലെ ചെറുപ്പക്കാരായ മരണപ്പെട്ടു പോയ താഹിറ, ഷബ്ന, സുജിരിയ അടക്കമുള്ള സ്ത്രീകളായ ആളുകൾ, അവരെയൊക്കെ മരണം വല്ലാത്ത വേദനയോടെയാണ് പലപ്പോഴും കേട്ടത്. വരാൻ സാധിക്കാത്ത അവസ്ഥയായി പോയതുകൊണ്ട് ഇങ്ങോട്ട് എത്താൻ സാധിച്ചില്ല എന്ന് മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരൊക്കെ ഖേദിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നല്ല കർമ്മങ്ങളും അല്ലാഹു പരിപൂർണമായി കബൂൽ ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ, ഈ മഹല്ലത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ആരൊക്കെയുണ്ടോ എല്ലാവരുടെയും
എല്ലാ നന്മകളും അള്ളാഹു പരിപൂർണമായി കബൂലാക്കട്ടെ. മനുഷ്യ സഹജമായി വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പ് നൽകി അനുഗ്രഹിക്കട്ടെ. നേരത്തെ പറഞ്ഞതുപോലെ ആ കുട്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ആഫിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. എത്രയും പെട്ടെന്ന് തന്നെ പ്രസവിച്ച മണിക്കൂറുകളാകുന്ന കുട്ടിയാണ്. ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് ജഹ ബറക്കത്ത് കൊണ്ട് എല്ലാ പ്രയാസങ്ങളും നീക്കി നൽകിയിട്ട് അള്ളാഹു ആ കുട്ടിക്ക് ആഫിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ രോഗങ്ങളിൽ നിന്നും അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആ ഉമ്മാക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സന്തോഷം റാഹത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ആഫത്തുകൾ, രോഗങ്ങൾ തൊട്ട് അള്ളാഹു എത്രയും പെട്ടെന്ന് തന്നെ അള്ളാഹു സലാമത്തും ഷിഫയും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അതേപോലെ മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾ പ്രത്യേകമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. വീട് പണി നടക്കുന്ന ആളുകൾ, അത് പൂർത്തിയാവാൻ വേണ്ടി പറഞ്ഞ ആളുകളുണ്ട്. അതേപോലെ നമ്മളെയൊക്കെ സഹായിക്കുന്ന, നമ്മളുമായി ബന്ധപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. എല്ലാവരും പല ആളുകളും പല ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ, ഈ ഉള്ളവൻ്റെ അടക്കം മനസ്സുകളിൽ പലതരത്തിലുള്ള മുറാദുകളും ആഗ്രഹങ്ങളും ഒക്കെയുണ്ട്. എല്ലാം മനസ്സിൽ കരുതുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം സഫലീകരിച്ച് തരുമാറാകട്ടെ. ആത്മാർത്ഥമായിട്ട് തന്നെ ആമീൻ പറയുക. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കാതെ, കളിക്കാതെ, തമാശ പറയാതെ ഒന്ന് കുറച്ചു സമയം ഒന്ന് ചെറിയൊരു ദുആ നടത്തിയിട്ട് നമുക്ക് പിരിയാം. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد وبارك وسلم عليهم وعلينا وعلى أهل الخير أجمعين. رحمن رحيم يا الله ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയതിനെ നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾ ഓതിയതിനെ ചൊല്ലിയതിനെ നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളിവിടെ പറഞ്ഞതിനെ കേട്ടതിനെ നീ കബൂലാക്കണേ അല്ലാഹ്. എന്തെങ്കിലും പാകപ്പിഴവുകൾ, അതപകേടുകൾ, തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നീ പുറത്തു തരണേ അല്ലാഹ്. നീ മാപ്പ് നൽകണേ അല്ലാഹ്. നീ പുറത്തു തരണേ അല്ലാഹ്. പാപികളായ അടിയങ്ങളാണല്ലാഹ്. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ധാരാളം ചെറുതും വലുതുമായ തെറ്റുകൾ ചെയ്ത അടിയാറുകളാണ് അല്ലാഹ്. പരിശുദ്ധമാക്കപ്പെട്ട മജ്‌ലിസിൽ ഇരുന്നു കൊണ്ട് നിന്നോട് തേടുകയാണ് റഹ്മാനെ. പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ വയസ്സായ ആളുകൾ വരെയുള്ള സദസ്സാണ് അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പാപങ്ങളൊക്കെ നീ പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളൊക്കെ നീ മാപ്പാക്കി തരണേ അല്ലാഹ്. ഇനിയും ധാരാളം നല്ല കർമ്മങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങൾ നിസ്കരിച്ച നിസ്കാരങ്ങളെ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾ നോറ്റ നോമ്പുകളെ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾ നടത്തുന്ന പരിപാടികളെ കബൂലാക്കണേ അല്ലാഹ്. അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരെ കബൂലാക്കണേ അല്ലാഹ്. അതിനുവേണ്ടി സഹായിക്കുന്നവരെ കബൂലാക്കണേ അല്ലാഹ്. അതിനുവേണ്ടി ഓടിച്ചാടി പ്രവർത്തിക്കുന്ന ആളുകൾ, രാപ്പകലില്ലാതെ പ്രവർത്തിക്കുന്ന പ്രയത്നിക്കുന്ന ആളുകൾ, വളണ്ടിയർമാരായ ആളുകൾ, കമ്മിറ്റി ഭാരവാഹികളായ ആളുകൾ, നാട്ടുകാരായ ഇതിനു വേണ്ടി പണങ്ങൾ നൽകിക്കൊണ്ട് ഒരു നേരത്തെ സഹകരണങ്ങൾ കൊണ്ടുപോലും സഹായിക്കുന്ന ആളുകൾ, ഭക്ഷണം നൽകിയവരും ഇതിനു വേണ്ടി പണം നൽകിയവരും, പല രീതിയിൽ, പല രൂപത്തിൽ, പല കോലത്തിൽ സഹായിച്ചവരും കബൂലാക്കണേ അല്ലാഹ്. സ്വീകരിക്കണേ അല്ലാഹ്. അർഹമായ പ്രതിഫലങ്ങൾ നൽകണേ അല്ലാഹ്. കൈവെടിയല്ലേ അല്ലാഹ്. വിട്ടുകളയല്ലേ അല്ലാഹ്. അവർ ജീവിക്കുന്ന ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അവരുടെയും ഞങ്ങളുടെയും ജീവിതങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. റാഹത്ത് നൽകണേ അല്ലാഹ്. സന്തോഷം നൽകണേ അല്ലാഹ്. എല്ലാവിധ ബറക്കത്തും നൽകണേ അല്ലാഹ്. ഏറ്റി നൽകണേ അല്ലാഹ്. കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. പ്രശ്നങ്ങളൊക്കെ നീ തീർത്തു തരണേ അല്ലാഹ്. ദാമ്പത്യ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. സാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. മക്കളില്ലാതെ ദുആ വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. സാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. നൽകിയ മക്കളെ നീ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ദീനിന് ഉപകാരപ്പെടുന്ന മക്കളാക്കണേ അല്ലാഹ്. മഹല്ലത്തിന് ഉപകാരപ്പെടുന്ന മക്കളാക്കണേ അല്ലാഹ്. എല്ലാവിധ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. ഇവിടെ ധാരാളം മക്കളുണ്ട് അല്ലാഹ്. നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന മക്കളുണ്ട് അല്ലാഹ്. വിജയ
വിജയം നൽകണേ അല്ലാ, ഇൽമ നൽകണേ അല്ലാ, എല്ലാ ഖൈറും നൽകണേ അല്ലാ, എല്ലാവിധ ബറക്കത്തും നൽകണേ അല്ലാ. ഞങ്ങളുടെ മഹല്ലത്തിനെ നീ ഉയർത്തണേ അല്ലാ, ഞങ്ങളുടെ നാടിനെ നീ ഉയർത്തണേ അല്ലാ. ഐശ്വര്യം നൽകണേ അല്ലാ, ഐക്യം നൽകണേ അല്ലാ. പ്രയാസങ്ങൾ പ്രശ്നങ്ങളെ തൊട്ട് നീ ദൂരീകരിക്കണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെയും നീ സലാമത്താക്കണേ അല്ലാ. ആഫത്ത് മുസീബത്തുകളെ തൊട്ട് സലാമത്താക്കണേ അല്ലാ. രോഗങ്ങളെ തൊട്ട് സലാമത്താക്കണേ അല്ലാ. മാറാവ്യാധികളെ തൊട്ട് സലാമത്താക്കണേ അല്ലാ. ചെറുതും വലുതുമായ ആന്തരികവും ബാഹ്യവുമായ രോഗങ്ങളെ തൊട്ട് സലാമത്താക്കണേ അല്ലാ. വലിയ വലിയ രോഗങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ. നിന്റെ അനുഗ്രഹീതമായ മഴ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. മഴക്കെടുതികളെ തൊട്ട് രക്ഷപ്പെടുത്തണേ അല്ലാ. ഉരുൾപൊട്ടുകൾ സുനാമി പോലുള്ള അപകടങ്ങളെ തൊട്ട് രക്ഷപ്പെടുത്തണേ അല്ലാ. മഴക്കെടുതി മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ തൊട്ട് രക്ഷപ്പെടുത്തണേ അല്ലാ. രോഗങ്ങൾ, പ്രയാസങ്ങൾ, ആപത്തുകൾ, മുസീബത്തുകളെ തൊട്ട് സലാമത്താക്കണേ അല്ലാ. ഞങ്ങളെ മക്കളെ നീ സലാമത്താക്കണേ അല്ലാ. ഞങ്ങൾ ചെയ്ത തെറ്റുകൾ കാരണമായി ഞങ്ങളെ മക്കളെ നീ പരീക്ഷിക്കല്ല അല്ലാ. മക്കൾക്ക് ചെറിയ രോഗം വരുന്നത് പോലും ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല അല്ലാ. നീ സലാമത്താക്കണേ അല്ലാ. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് മുറഉറക്ക ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. എല്ലാവിധ റാഹത്തോടെ ചിരിച്ചുകൊണ്ട് സ്വർഗം കണ്ടുകൊണ്ട് സന്തോഷത്തോടെ മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ബിഹഖ് സയ്യിദിനാ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു കഴിഞ്ഞ ഖബറിൽ എത്തിക്കഴിഞ്ഞാൽ ഖബറിന്റെ അദാബുകളെ തൊട്ട് സലാമത്താക്കണേ അല്ലാ. ഖബറിന്റെ പ്രയാസങ്ങളെ തൊട്ട് രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ മഹല്ലത്തിൽ നിന്ന് പല ആളുകളും മരിച്ചു പോയിട്ടുണ്ട് അല്ലാ. ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട് അല്ലാ. എല്ലാവരുടെയും ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാ, റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെയും ഖബർ ജീവിതം റാഹത്തിലാക്കി തരണേ അല്ലാ. സ്വർഗ പൂന്തോപ്പാക്കി തരണേ അല്ലാ. സ്വർഗീയ വിരാമങ്ങളുള്ള ഖബറാക്കി തരണേ അല്ലാ. സ്വർഗീയ വാസനകളുള്ള ഖബറാക്കി തരണേ അല്ലാ. കണ്ണെത്താ ദൂരത്തോളം വിശാലതയുള്ള വെളിച്ചമുള്ള ഖബറാക്കി തരണേ അല്ലാ. മഹ്ശറിൽ ചെന്നു കഴിഞ്ഞാൽ വലങ്കയിൽ കിതാബുകൾ നൽകപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. നീ ഉൾപ്പെടുത്തണേ അല്ലാ. അർശിന്റെ തണൽ ലഭിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഹിസാബില്ലാതെ സ്വർഗത്ത് പോകുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ലാ. നീ സഹായിക്കണേ അല്ലാ. നീ സഹായിക്കണേ അല്ലാ. ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾക്ക് സ്വർഗീയ സ്ഥാനങ്ങൾ കൊടുത്തതുപോലെ താബിഈങ്ങൾക്ക് വലിയ വലിയ സ്ഥാനങ്ങൾ കൊടുക്കുന്നത് പോലെ അവരെ പിൻപറ്റി ജീവിക്കുന്ന ആളുകളായ ഞങ്ങൾക്കും സ്വർഗീയ സ്ഥാനങ്ങൾ നൽകണേ അല്ലാ. നിന്റെ മഹല്ലത്തിനെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. ദുനിയാവിൽ കുറയാതെ ദുനിയാവിലും നീ സന്തോഷങ്ങൾ നൽകണേ അല്ലാ. ആഖിറത്തിൽ കുറയാതെ പ്രതിഫലങ്ങൾ നൽകണേ അല്ലാ. ജന്നാത്തുൽ ഫിർദൗസ് നൽകണേ അല്ലാ. റഹ്മാനായ അല്ലാ, ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു നേക്കമെങ്കിലും ഒരു നോട്ടമെങ്കിലും സ്വപ്നത്തിലെങ്കിലും കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. പരിശുദ്ധമായ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. നീ ഭാഗ്യം നൽകണേ അല്ലാ. ഹബീബിന്റെ ചാരത്ത് പോയിട്ട് കണ്ണും മനസ്സും നിറഞ്ഞിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് ചൊല്ലി സലാത്തും സലാമും ചൊല്ലാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഭാഗ്യം നൽകണേ അല്ലാ. തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെ ജമാഅത്തിനെ നീ ഉയർത്തണേ അല്ലാ. നമ്മുടെ ജമാഅത്തിനെ നീ ഉന്നതിയിലേക്ക് എത്തിക്കണേ അല്ലാ. ഈ ബദറിന്റെ മഹല്ലത്തിന്റെ വേണ്ടി പ്രയത്നിക്കുന്നവരെ സ്വീകരിക്കണേ അല്ലാ. അവരുടെ ജോലികളിൽ നീ ബറക്കത്ത് കൊടുക്കണേ
കൊടുക്കണേ അല്ലാ. അവരുടെ കുടുംബങ്ങളിൽ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. നേരത്തെ തേന് വാങ്ങിയവരുണ്ടല്ലോ, അതിനുവേണ്ടി പണങ്ങൾ ദേലം വിളിക്കുമ്പോ പറഞ്ഞവരുണ്ട് അല്ലാ. എല്ലാവരെയും നിന്നിലേക്ക് ഏൽപ്പിക്കുകയാണല്ലാ. ഇവിടെ പലരും നേരത്തെ സഹായിച്ച ആളുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എല്ലാവരെയും നിന്നിലേക്ക് ഏൽപ്പിക്കുകയാണല്ലാ. നാളത്തെ പരിപാടിക്ക് വേണ്ടി വരുന്ന ചിലവുകളൊക്കെ ഏറ്റെടുത്തവരായ ആളുകളുണ്ട്. അതേപോലെ നമ്മുടെ എല്ലാ റാഹത്തും നൽകാൻ വേണ്ടി ഇവിടെ ജെല്ലിയിടാൻ വേണ്ടി സഹായിച്ച ആളുകളുണ്ട്. അങ്ങനെ നമ്മുടെ ജമാഅത്തിന് വേണ്ടി ഷീറ്റ് കെട്ടാൻ വേണ്ടി, ഷെഡ് കെട്ടാൻ വേണ്ടി, ബാത്റൂം കെട്ടാൻ വേണ്ടി സഹകരിക്കുന്ന ആളുകളുണ്ട്. ഉസ്താദുമാർക്ക് ഭക്ഷണം നൽകുന്ന വീട്ടുകാരുണ്ട്, ഉമ്മപങ്ങന്മാരുണ്ട്, എല്ലാവിധ സഹകരണങ്ങളും നൽകുന്ന വീട്ടുകാരുണ്ട്, സ്ത്രീകളുണ്ട്. അല്ലാ, എല്ലാവരെയും നിന്നിലേക്ക് ഏൽപ്പിക്കുകയാണല്ലാ. ഞാനിവിടെ ജോലി ചെയ്യുന്ന സമയത്ത് പോലും എന്ത് പറഞ്ഞാലും ഏത് പറഞ്ഞാലും സഹകരിക്കുന്ന ആളുകളുണ്ട്. ഇന്നും ഉസ്താദുമാരെ സഹായിക്കുന്ന ആളുകളുണ്ട്, ഉമ്മപങ്ങന്മാരുണ്ട്, വീട്ടുകാരുണ്ടല്ലോ. സ്നേഹബന്ധത്തിലൂടെ പോകുന്നവരുണ്ടല്ലോ. അർഹമായ പ്രതിഫലങ്ങൾ നൽകണേ അല്ലാ. അവരുടെ കുടുംബത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. നമ്മൾ പഠിപ്പിച്ച നമ്മുടെ ശിഷ്യന്മാരായ ആളുകളുണ്ട്, അതേപോലെ നമ്മളുമായി സ്നേഹബന്ധത്തിലുള്ള സഹോദരന്മാരുണ്ട്. എല്ലാവർക്കും നീ ബറക്കത്ത് നൽകണേ അല്ലാ. അവര് പോകുന്ന മേഖലകളിലൊക്കെ നീ ബറക്കത്ത് നൽകണേ അല്ലാ. നീ വിജയം നൽകണേ അല്ലാ. സാമ്പത്തികമായി നീ ഐശ്വര്യം നൽകണേ അല്ലാ. ഈ നാട്ടുകാർക്ക് സാമ്പത്തികമായി ശാരീരികമായി റാഹത്ത് നൽകണേ അല്ലാ. ഐശ്വര്യം നൽകണേ അല്ലാ. ഞങ്ങളോട് ദുആ വസിയത്ത് ചെയ്ത പല ആളുകളുമുണ്ട്. എല്ലാ കാര്യങ്ങളും നിന്നിലേക്ക് ഏൽപ്പിക്കുകയാണല്ലാ. നീ കബൂലാക്കണേ അല്ലാ. നീ സഫലീകരിപ്പിച്ചു തരണേ അല്ലാ. ബിഹഖി സയ്യിദിനാ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. മരിച്ചുപോയവരുടെ ഖബർ ജീവിതം റാഹത്താക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾക്ക് ഈ ഉള്ളവന്റെ ചെറിയ കുട്ടിയടക്കം ഭാര്യയടക്കം പലർക്കും വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. റഹ്മാനായ അല്ലാ, അവർക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാ. പ്രസവിച്ച ഉമ്മമാരുണ്ട്, പ്രസവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഉമ്മമാരുണ്ട്, എല്ലാം നീ റാഹത്താക്കി കൊടുക്കണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കണേ അല്ലാ. മാറാവ്യാധികൾ രോഗങ്ങളെ തൊട്ട് എല്ലാരെയും നീ കബൂലാ നീ സലാമത്താക്കണേ അല്ലാ. വബിഹഖി ആലി സയ്യിദിനാ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വബിഹഖി അസ്ഹാബി സയ്യിദിനാ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ കരുതിയ, ഞങ്ങൾ ഉദ്ദേശിച്ച പല കാര്യങ്ങളും വിട്ടുപോയിട്ടുണ്ടാകാം. എല്ലാം നിന്നിലേക്ക് ഏൽപ്പിക്കുകയാണല്ലാ. ഞങ്ങൾ നേരത്തെ കരുതിയ, ഞങ്ങൾ മുന്നേ കരുതിയ, ഇപ്പോഴും കരുതിയ നമ്മളുടെ എല്ലാവരുടെ മനസ്സിനകത്തുള്ള എല്ലാ കാര്യങ്ങളും നിന്നിലേക്ക് ഏൽപ്പിക്കുകയാണല്ലാ. അതേപോലെ ഈ പരിപാടിയും നിന്നിലേക്ക് ഏൽപ്പിക്കുകയാണല്ലാ. 3-4 ദിവസങ്ങളിലായി നടക്കുന്ന ഈ മഹത്തായ പരിപാടിയും നിന്നിലേക്ക് ഏൽപ്പിക്കുകയാണല്ലാ. നീ വിജയിപ്പിക്കണേ അല്ലാ. നീ വിജയിപ്പിക്കണേ അല്ലാ. എല്ലാവിധ പ്രശ്നങ്ങളെ തൊട്ട് നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഇവിടെ മജ്‌ലിസിൽ വരുന്നവരെയൊക്കെ നീ കബൂലാക്കണേ അല്ലാ. വബിഹഖി ഉമ്മത്തി സയ്യിദിനാ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫളലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم. എല്ലാവരും ഇളവന് വേണ്ടി, ഇളവൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട്, ജോലിയിൽ ബർക്കത്തുണ്ടാവാൻ വേണ്ടിയിട്ട്, ഇളവൻ്റെ ഭാര്യ സന്താനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ദുആ ചെയ്യണമെന്ന ദുആ വസിയത്തോടെ, എന്തെങ്കിലും ആർക്കെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് തരണമെന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.